ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയുമൊക്കെ നമ്മുടെ വെബിനാറിന്റെ ജേർണി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിരിക്കണം. പുതിയ അറിവുകളും പുതിയ തെറാപ്പികളും പുതിയ വർക്ക്ഷോപ്പുകളും ഒക്കെ അറ്റൻഡ് ചെയ്ത് പുതിയ പുതിയ അറിവുകൾ തേടി വിൻപിളിലൂടെ വർക്ക്ഷോപ്പുകളിലായാലും വെബിനാറുകളുടെ ആയാലും ഓരോ ദിവസവും നമ്മിലേക്ക് എത്തുന്നത്. സോ ഇത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് കാണുന്നതിൽ ഒരുപാട് സന്തോഷം. സോ നമ്മൾ അത്തരത്തിൽ ഇന്നും പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഹിപ്നോതെറാപ്പി എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഹിപ്നോതെറാപ്പി റിലേറ്റ് ചെയ്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതുപോലെ പല രീതിയിലുള്ള ഡിസ്കഷൻസ് ഹിപ്നോതെറാപ്പിയെ കുറിച്ച് ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ, അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ ഡിസ്കഷൻ വരുന്നത്. ഇതിനെക്കുറിച്ച്, ഹിപ്നോതെറാപ്പിയെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനുള്ള തെറ്റിദ്ധാരണകളൊക്കെ നീക്കി നമുക്കതൊരു ക്ലാരിഫൈ ചെയ്തു തരികയാണ് സാർ ഇന്നത്തെ ഡിസ്കഷനിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത് പ്രശാന്ത് സാറാണ്. സാർ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, മെന്റലിസ്റ്റ് ആണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. വിൻബിൾ അക്കാദമിയിൽ തന്നെ മുമ്പ് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ ഹിപ്നോട്ടിസത്തിന്റെ വർക്ക്ഷോപ്പ് സാർ നടത്തി വരുന്നുണ്ട്. സാറിന്റെ തന്നെ ഹിപ്നോതെറാപ്പിയുടെ ഒരു 3 days വർക്ക്ഷോപ്പ് മാർച്ച് 8 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ മനോഹരമായ ജേണിയിലേക്ക് നമുക്ക് കിടക്കാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഒക്കെ വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ഈ ഒരു വെബിനാറിലേക്ക് എത്തിയ എല്ലാവരെയും നമ്മൾ വെബിനാറിലോട്ട് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെഷൻ മനോഹരമായി ലീഡ് ചെയ്യുന്നതിന് വേണ്ടി പ്രശാന്ത് സാർ ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എല്ലാവർക്കും ഓഡിയബിൾ ആണല്ലോ അല്ലെ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതുപോലൊരു അവസരം വിംബിൾ അക്കാഡമി ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി നമ്മൾ അറിയിക്കുകയാണ്. എൻ്റെ പേര് പ്രശാന്ത് എന്നാണ്. ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. പക്ഷേ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞപ്പോൾ MA കൗൺസിലിംഗ് സൈക്കോളജി ആയിരുന്നു ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത്. പഠിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് തോന്നിയത് നിരവധി സൈക്കോളജിസ്റ്റുകൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ അല്ലെ? അപ്പോ നമുക്ക് അവരിൽ നിന്നൊക്കെ എങ്ങനെ വ്യത്യസ്തരാകാം? ഈ അതായത് ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള കൗൺസിലിംഗ് തെറാപ്പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആളുകൾക്ക് പലതരത്തിലുള്ള റിലീഫ്സ് പല ആളുകളുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്, പല സൈക്കോളജിസ്റ്റുകളുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയാണ് എന്നെ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സഹായിച്ചത്. അപ്പോ ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയൊരു അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പി ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളിൽ എത്ര പേര് തെറാപ്പി പ്രാക്ടീസ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇത് പഠിച്ചവരോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇതിനകത്ത് എത്ര സൈക്കോളജിസ്റ്റുകളുണ്ട്, അതോ സൈക്കോളജി മേഖലയുമായിട്ട് പ്രവർത്തന പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഒന്ന് നമുക്കൊന്ന് ഒരു ആശയവിനിമയം നടത്തി മുന്നോട്ട് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഒരു ലെക്ചറായിട്ട് ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ അതൊരു ബോറായിട്ടുള്ള പരിപാടി ആയിരിക്കും. അപ്പൊ സൈക്കോളജിസ്റ്റിൽ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടല്ലോ അല്ലെ? അപ്പോ എന്താണ് ഹിപ്നോതെറാപ്പി? അല്ലെങ്കിൽ നിങ്ങളെല്ലാം സുപരിചിതമായിട്ട് കേൾക്കുന്ന ഒരു പദം തന്നെയാണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ആരെങ്കിലും ഇത് അനുഭവിച്ചോരോ അല്ലെങ്കിൽ ഈ ഒരു തെറാപ്പിക്ക് വിധേയമായവരോ ഒക്കെ ഉണ്ടോ? നമ്മുടെ ഇപ്പൊ ജോയിൻ ചെയ്തവരിൽ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ 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 സൈക്കോളജിസ്റ്റ് ആണ്, ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്താണ് ശരിക്കും ഒരു ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ എന്താണ് ഹിപ്നോസിസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിസ്റ്റുകളിലേക്ക് ഇത് എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ള ഒരു ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കഥയാണ്. നമുക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? നിരവധി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, നിരവധി അത്ഭുതങ്ങളും നിരവധി ഇതുകൊണ്ട് കിട്ടിയിട്ടുള്ള ഗുണങ്ങളും ഒക്കെ ഈ ഒരു നിങ്ങളോട് സംവദിക്കണമെന്നുണ്ട്. പക്ഷെ നമ്മുടെ മുന്നിലുള്ള ടൈം 1 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ അതെല്ലാം പറയാൻ ഇവിടെ സാധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ഒരു ചരിത്രത്തിലേക്ക് പോകണം.
പണ്ട് കാലഘട്ടത്തില് നമ്മുടെ സൈക്കോളജി ഒക്കെ ഡെവലപ്ഡ് ആവുന്നതിന് മുമ്പ് ആളുകൾക്ക് വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പിൾ സ്ലീപ്പ് എന്ന് പറയുന്ന ഈജിപ്ത്, ഗ്രീക്ക് തുടങ്ങിയ സ്ഥലങ്ങളില് ടെമ്പിൾ സ്ലീപ്പ്, അതായത് ആളുകളെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലെ മാനസിക രോഗങ്ങൾക്കൊക്കെ ഒരു പേരാണ് ഇട്ടിരുന്നത് അല്ലെ. പൊതുവിൽ മാനസിക പ്രശ്നങ്ങൾക്ക് ചിത്തഭ്രമം എന്നോ അല്ലെങ്കിൽ എന്തോ ഇവർക്ക് എന്തോ ഒരു അബ്നോർമൽ ബിഹേവിയർ ഇവർ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ പോലെയുള്ള വേരിയസ് ആയിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഒന്നും ക്ലാസിഫൈ ചെയ്തിട്ടില്ല. നമ്മുടെ ICDയും അതൊന്നും ഡെവലപ്ഡ് ആവാത്ത ഒരു കാലഘട്ടം. അപ്പൊ അന്ന് മനുഷ്യർക്ക് എന്തോ ഒരു പിശാച് കയറിയ പോലെയോ ബാധ കയറിയ പോലെയൊക്കെ തോന്നുന്നു എന്നുള്ള രീതിയിൽ ഇവരെ ഒരു ടെമ്പിളിൽ കൊണ്ടുവന്നിട്ട് ഒരു റൂമിനുള്ളിലാക്കി അടച്ചിടും. കുറെ സമയം കഴിയുമ്പോൾ അവിടുത്തെ മന്ത്രങ്ങളും ധ്യാനങ്ങളും ഒക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ഒരു ആശ്വാസം ഫീൽ ചെയ്തു. അതെന്താണെന്നുള്ളത് ഒരു അന്വേഷണം പിന്നീട് ഇന്ന് കാണുന്ന ഒരു ഹിപ്നോതെറാപ്പിയിലേക്ക് എത്തി. കുറച്ചുകൂടെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, ഇതാണ് അതിന്റെ ഒരു ആദിമ തുടക്കം നമുക്ക് പറയാം. കുറച്ചുകൂടെ കാലങ്ങളായപ്പോഴേക്കും 1700-കളില് നമ്മുടെ ഒരു 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഫ്രാൻസ് ആന്റൺ മെസ്മർ എന്ന് പറയുന്ന ഒരു ജർമ്മനിയിലുള്ള ഒരു ഫിസിഷ്യൻ, അദ്ദേഹം ഒരു പുതിയൊരു പരിപാടി കണ്ടെത്തുകയാണ്. അദ്ദേഹം പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ഒരു അനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ആളുകളുടെ ശരീരത്തിൽ കൂടെയും ഒരു കാന്തിക ശക്തി പ്രവഹിക്കുന്നുണ്ട് എന്ന് ഇദ്ദേഹം കണ്ടെത്തി. ഈ കാന്തിക ശക്തിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, പല മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഇദ്ദേഹം കണ്ടെത്തി. സോ ഇദ്ദേഹം ഇതിന് ചെയ്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കറക്റ്റ് ചെയ്യുന്ന തരത്തില് ഇവരെ പ്രത്യേക രീതിയിൽ അവരെ എന്താ പറയാ, ഇന്ന് പറയുന്ന രീതിയിൽ അവരുടെ ഉപബോധ മനസ്സിലേക്ക് കൊണ്ടുപോയിട്ട് പ്രത്യേക രീതിയിൽ അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്തിട്ടൊക്കെ അയാൾ ഈ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് ശ്രമിച്ചു. കുറെ ആളുകൾക്ക് അതിൽ മാറ്റം വന്നു. അപ്പൊ ഇദ്ദേഹം പറയണത് എന്താണെന്ന് വെച്ചാൽ ഈ കാന്തിക ശക്തിയുടെ വേരിയേഷൻസിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അനിമൽ എല്ലാ മൃഗങ്ങളിലും മനുഷ്യരുണ്ടാകുന്ന ഈ മാഗ്നറ്റിസം, ഈ ഫ്ലക്സിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടാണ് അസുഖം മാറണേന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതേപ്പറ്റി രാജാവ് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി ഏർപ്പാടാക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് നിരവധി പണ്ഡിതരും മനഃശാസ്ത്രജ്ഞരും ഒക്കെ ഉണ്ട്. അപ്പൊ അവര് വന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപ്പറ്റി പഠിക്കാനായിട്ട് അവര് വരികയാണ് ചെയ്തത്. പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഉഡായിപ്പാണെന്ന് മനസ്സിലാക്കുകയും ഇദ്ദേഹത്തിന് അവിടെ നിന്ന് നാട് കടത്തുകയും ചെയ്തു. പക്ഷേ മെസ്മറിസം എന്ന് പറയുന്ന ഒരു ശാഖ ഇന്നിപ്പോ നിങ്ങൾ TV-യിൽ കാണും, അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിൽ കാണും, വിരൽ ചൂണ്ടിയിട്ട് ഒരാളെ തട്ടിയിടുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അത്തരത്തിലുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടോ? അതായത് ഒരാളെ ഇങ്ങനെ ജസ്റ്റ് വിരൽ ചൂണ്ടുക, അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ കാക്കാക്കുക, എന്നിട്ട് ഇങ്ങനെ തള്ളുക, പുഷ് ചെയ്യുമ്പോൾ അയാളുടെ പുറകിലോട്ട് മലകുത്തി വരുന്ന ഒരു സംഭവം കാണാം. അതൊരു മെസ്മറിസം എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പൊ ഫ്രാൻസ് ആന്റൺ മെസ്മർ കൊണ്ടുവന്നിട്ടുള്ള മെസ്മറിസം തന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടത്തില് ഇപ്പൊ വീണ്ടും അത് ഒരു മെസ്മറിസം എന്ന് പറയുന്ന ഒരു പുതിയൊരു പഠന ശാഖയായിട്ട് അത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് ചെറിയൊരു ഫീസൊന്നും അല്ല അത് പഠിക്കാൻ. ഏകദേശം ഒരു 25,000-30,000 രൂപയ്ക്കാണ് അത് പഠിക്കാൻ ഇന്നിപ്പോ ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു തന്നത് ഇത് തെളിവ് അടിസ്ഥാനപരമായിട്ട് യാതൊരു സത്യമില്ലാത്തൊരു കാര്യമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില് അതവിടെ പൊളിയുകയാണ് ചെയ്യുന്നത്. മെസ്മറിന്റെ വാദം അവിടെ പൊളിയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ എയർലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് ഹിപ്നോട്ടിക് ഇൻഫ്ലുവൻസസ് എന്നുള്ള രീതിയിൽ നമുക്കിനെ കാണാൻ പറ്റും. 1800 ആയപ്പോഴേക്കും ജെയിംസ് ബ്രെയ്ഡിന്റെ വരവോട് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു ടേം അവിടെ കോയിൻഡ് ആവുന്നത്. ജെയിംസ് ബ്രെയ്ഡ്. അതിനുശേഷം 1900 ആകുമ്പോഴേക്കും നിങ്ങൾക്കൊക്കെ ചില പരിചിതമായിട്ടുള്ള ഒരു പേരായിരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോയിഡിന്റെ തിയറി പഠിക്കാത്ത ഒരാൾക്കും സൈക്കോളജി പൂർത്തീകരിക്കാൻ പറ്റില്ല. ഫ്രോയിഡിന്റെ കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹിപ്നോസിസ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അൺകവറിങ് അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ്, നമ്മൾ ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റിനെ അൺകവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹിപ്നോട്ടിസം എന്നുള്ള രീതിയിലേക്ക് ഫ്രോയിഡ് വരികയാണ് ചെയ്യുന്നത്. പിന്നീട് എറിക്സന്റെ കാലഘട്ടമായപ്പോഴേക്കും അതിന് ശരിയായ രീതിയിലുള്ള ഒരു തെറാപ്യൂട്ടിക് ഹിപ്നോസിസ് എന്ന് പറയുന്ന ലെവലിലേക്ക് എറിക്സന്റെ മോഡലിൽ അത് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് ലേറ്റസ്റ്റ് 2000-ന് ശേഷം മോഡേൺ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്ന ഒരു വേർഷനിലേക്ക് വരികയും ചെയ്തു.
എന്താണ് ഇതൊക്കെയാണ് അതിന്റെ ഒരു ചരിത്രം. നമുക്ക് വളരെ ഡ്രൈ ആയിട്ടുള്ള ഏരിയയാണ്. ഞാൻ വളരെ കംപ്രസ്ഡ് ആക്കിയിട്ട് പറഞ്ഞു ഒതുക്കിയതാണ്. നമ്മൾ ഇനി ക്ലാസ്സുകളിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, നമുക്കൊക്കെ ഒരു മൈൻഡ് ലെവൽ ഉണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിന് 3 തട്ടുകളുണ്ട്. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ സൈക്കോളജിസ്റ്റുകൾക്ക് ഇത് കേൾക്കുമ്പോൾ വളരെ വിരോസനം വരുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരിക്കും. കാരണം പഠിച്ച് 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 ഈ സംഭവം മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതാണല്ലോ. അപ്പൊ മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഫ്രോയിഡ് ഒരു ഐസ്ബെർഗിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഐസ്ബെർഗിന് 3 ഭാഗങ്ങളുണ്ട്. അതായത് അതിന്റെ ഏറ്റവും ഉപരിതല ഭാഗം, പിന്നെ അതിന്റെ വാട്ടർ ലെവലിലുള്ള ഒരു ഭാഗം, അതിന്റെ ഏറ്റവും താഴെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ പലരും പറയുമല്ലേ, നമ്മുടെ നിന്റെയൊക്കെ മനസ്സ് എന്താണ് എന്ന് പറയും അല്ലെ. നമ്മുടെ മനസ്സൊന്നും ഒരാൾക്കും കാണാൻ പറ്റില്ല. നമ്മുടെ ഐസ്ബെർഗിന്റെ താഴെയുള്ള ഭാഗം എത്ര വലുതാണ്, നമുക്കത് എന്താണെന്നുള്ളത് പോലും മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത നിഗൂഢതകളുള്ള ഒരു ഏരിയയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും മുകളിലുള്ള ഭാഗത്തിനെ നമുക്ക് ബോധമണ്ഡലം അല്ലെങ്കിൽ ബോധമനസ്സായിട്ടാണ് ഫ്രോയിഡ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിന്റെ ലെവലുള്ള ഭാഗം, വാട്ടർ ലെവലുള്ള ഭാഗമാണ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സ്. ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോധ മനസ്സ്, ഇപ്പൊ നിങ്ങൾ എന്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ബോധ മനസ്സിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം ടോട്ടൽ മൈൻഡിന്റെ 10% ഓഫ് പോർഷനാണ് നമുക്ക് എന്തിനുള്ളത്, കോൺഷ്യസ് മൈൻഡിന് പ്രധാനമായിട്ടുള്ളത്. ഇതിനകത്ത് പ്രധാനമായിട്ട് എടുക്കാന്ന് വെച്ചാൽ ഡിസിഷൻ, തീരുമാനം എടുക്കല്, പിന്നെ അതുപോലെ തന്നെ റീസണിങ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് പല ചിന്തകളും അങ്ങനെ കടന്നു വരും. ലോജിക്കൽ തിങ്കിങ്, അനലിറ്റിക്കൽ തിങ്കിങ്, ഇതൊക്കെ വരുന്നത്, അതായത് വിശകലനാത്മകമായിട്ടുള്ള ചിന്ത, യുക്തിപരമായിട്ടുള്ള ചിന്ത, ഇതൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലാണ്. 10% കേട്ടോ നമ്മുടെ ടോട്ടൽ മൈൻഡിൽ ഇത് പറയുന്നത്. ബാക്കിയുള്ള അറൌണ്ട് ബാലൻസ് പോർഷൻസ് ഒക്കെ തന്നെ നമുക്ക് എന്തിൽ കാണാൻ പറ്റും, സബ് കോൺഷ്യസ് മൈൻഡിൽ കാണാൻ പറ്റും. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ശീലിച്ചിട്ടുള്ള ശീലങ്ങള്, ഹാബിറ്റ്സുകൾ വരും അതിനകത്ത്. അതുപോലെ തന്നെ ഇമോഷൻസ് വരും, നമ്മുടെ വൈകാരിക തലങ്ങള്, അതുപോലെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ശീലങ്ങള്, പിന്നെ നമ്മളുടെ ഓർമ്മകള്, പല ഓർമ്മകളും ഉണ്ടാവൂലേ നമുക്ക്. അതായത് സങ്കടമുള്ള ഓർമ്മയുണ്ടാവും, അതുപോലെ സന്തോഷമുള്ള ഓർമ്മകളൊക്കെ ഉണ്ടാവും നമ്മുടെ. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു മെമ്മറി ചിപ്പ്. ഇപ്പൊ മെമ്മറിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ടൈം മെമ്മറി, ലോങ് ടൈം മെമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഹ്രസ്വ മെമ്മറി, ദീർഘ മെമ്മറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും ഇതിന്റെ ഭാഗമാണ്. അതായത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള നമ്മളെ പല കാര്യങ്ങളും, അതായത് ഓർമ്മകളായിക്കോട്ടെ, ശീലങ്ങളായിക്കൊള്ളട്ടെ, ഹാബിറ്റ്സുകളായിക്കൊള്ളട്ടെ, നമ്മുടെ ഇമോഷൻസ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളായിക്കോട്ടെ, ബിലീഫ്സ്, ഇതൊക്കെ തന്നെ എന്തിനകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്താണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹിപ്നോസിസിൽ അത് ആവശ്യമില്ല. അതായത് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡീപ്പർ ഇൻസ്റ്റിങ്സ്, അതുപോലെ തന്നെ ബോഡി റെഗുലേഷൻസ്, സർവൈവൽ ഡ്രൈവ്സ്, ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന, നമുക്കൊന്നും എടുത്ത് തുറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വളരെ താഴ്ന്ന തലത്തിലുള്ള ഒരു ഏരിയയാണ് അൺകോൺഷ്യസ് മൈൻഡ്. ഒരു ഹിപ്നോട്ടിസ്റ്റ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത് ഒരു സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മണ്ഡലമാണ് തുറക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള പല വീഡിയോകളും കണ്ടിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കി കഴിഞ്ഞാലും അതിനകത്ത് ഇങ്ങനത്തെ വൈറലായിട്ടുള്ള കുറെ വീഡിയോകളുണ്ട്. അതായത് ഈ അടുത്ത് ഞാൻ വയനാട് ഒരു ക്യാമ്പിന് പോയപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നിങ്ങൾ ഓക്കെ അല്ലേ? ജസ്റ്റ് ഞാൻ അവിടുത്തെ ഒരു അനുഭവം പറയാനാണ്. ഓക്കെ, നിങ്ങളുടെ വിലപ്പെട്ട സമയം കവർന്നെടുക്കുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് അതിനോട്ട്. അപ്പോൾ വയനാട് ഞങ്ങളിങ്ങനെ ക്യാമ്പ്, ഇങ്ങനെ അതായത് സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്, അപരിചിതരൊക്കെ കൂടുന്ന ഒരു ക്യാമ്പിൽ ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവരെന്നെ വിളിച്ചു ഒരു ഗസ്റ്റ് ആയിട്ട്. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീസ് കൊടുക്കണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ പോയപ്പോ ഞാനിങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം, ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു പയ്യൻ അവിടെ വരികയാണ്. ചൂരൽമല ആ ഭാഗത്ത് വെച്ചിട്ടാണ്. ഒരു പയ്യൻ ഇങ്ങനെ വരികയാണ്, വന്നിട്ട് പറയാണ്, സാർ എനിക്ക് എൻ്റെ അനിയത്തിയെ, മരിച്ചു പോയ അനിയത്തിയെ ഒന്ന് കാണിച്ചു തരാൻ. സാർ ഹിപ്നോട്ടിസ്റ്റ് അല്ലേ? അപ്പൊ ഇവരെന്താ സംഭവിക്കുന്നത്? ഹിപ്നോട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആളുകളെ ചിന്ത എന്ന് വെച്ചാൽ മരിച്ചു പോയവരെ കാണിച്ചു കൊടുക്കുക, ക്രഷിനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സിനിമ ആക്ടേഴ്സ്, ആക്ട്രസ്, മോഡൽസിനൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഹിപ്നോട്ടിസ്റ്റ് എന്നുള്ള ചിന്ത നമ്മുടെ സമൂഹത്തിന് വന്നിട്ടുണ്ട്. അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഞാൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള, ഫെമിലിയർ ആവാൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കുറുക്ക് വഴി മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇത്. പക്ഷെ ഇതും നമുക്ക് ചെയ്യാം. കാര്യം വെച്ചാൽ
മരിച്ചിട്ട് 7 ദിവസമായിട്ട് ഒരു അമ്മ എന്നെ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയുണ്ടായി, മോനെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു ട്രോമയിലോട്ടൊക്കെ പോകും, അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കാണിക്കില്ല, അതെന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു ജീപ്പ് വരാൻ 5 മിനിറ്റ് സമയം കൂടെ ഉണ്ട് സാർ, എങ്ങനെയെങ്കിലും ഒന്ന് എനിക്കത് കാണിച്ചു തരണം, എന്റെ ഒരു അവസാന റിക്വസ്റ്റ് ആണ്, എന്റെ അനിയത്തി എനിക്ക് കാണും. ആ റിക്വസ്റ്റ് ആണ് സത്യം പറഞ്ഞാല് എന്റെ ഇൻസ്റ്റാഗ്രാമിനെ ഞാനാക്കി മാറ്റിയത്. ആ റീൽസ് അങ്ങോട്ട് വൈറലായി എന്ന് പറഞ്ഞാല് ഏകദേശം 1.5 ലക്ഷം ആളുകൾ ആ റീൽസ് കാണുകയും എനിക്ക് പലതരത്തിൽ നിന്ന് തെറിയഭിഷേകവും നല്ല വാക്കുകളും ചീത്തയും ഒക്കെ എന്റെ ഫോണിലേക്ക് വന്ന് എന്റെ വാട്സപ്പ് ഹാങ് ആവുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടാക്കിയ ഒരു റീൽസ് ആയിരുന്നു. കാരണം ഞാൻ അവന്റെ അനീതിയെ കാണിച്ചു കൊടുത്തു. അതെന്താ എനിക്ക് എന്താ പറയാ, ഇത്രയും ഒരു മാസ്മരികത ഹിപ്നോട്ടിസിന് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞത് ഒരു മാജിക്കാണ്. എനിക്ക് അങ്ങനെയാ തോന്നിയിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു മനുഷ്യനെ അപ്പാടെ അവന്റെ മൈൻഡിനെ നമ്മുടെ കയ്യിലേക്ക് വരുന്ന, നമ്മളൊരു മാസ്റ്റർ റോളില് മൈൻഡിനെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന, മൈൻഡിന്റെ കടിഞ്ഞാണ് കിട്ടുന്ന, അങ്ങനെയൊന്നും പറയാൻ പാടില്ലെങ്കിൽ പോലും ഒരു പ്രവർത്തന രീതിയായിട്ട് നമുക്ക് ഹിപ്നോസിസിനെ കാണാം. അതായത് മനസ്സ് വായിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും, ഓക്കെ, പക്ഷെ അവരെ നമുക്ക് കുറച്ചു നേരത്തേക്ക് നമ്മുടെ കൺട്രോളിങ്ങിലൂടെ അവരുടെ മൈൻഡിലേക്കുള്ള ഒരു പാത്ത് വേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നിടാനായിട്ട് പറ്റുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ഹിപ്നോസിസ്. അപ്പൊ ഇത് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ അവൻ എന്റെ അടുത്ത് ഇപ്പോഴും പറയും, എത്ര നന്ദി പറഞ്ഞാലും എനിക്കത് മതിയാവില്ല, കാരണം ഞാൻ ആസ്വദിച്ച് എന്റെ അനീതിയെ കണ്ടു. അങ്ങനെ നിരവധി കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് കാണുന്നതിന് ഉപരിയായിട്ട് പല കാര്യങ്ങൾ, അതായത് സമൂഹത്തിന് ഗുണപ്രദമാകുന്ന പല കാര്യങ്ങൾ, ഇപ്പൊ പല ട്രോമ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വേരിയസ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, സ്ട്രെസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി എല്ലാം, പിന്നെ ഈവൻ ദോ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത് ഹിപ്നോസിസിലൂടെ നമുക്ക് വണ്ണം വരെ, ഒബിസിറ്റി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മൈഗ്രെയിൻ, പിന്നെ അൾസേഴ്സ്, അങ്ങനെ ഇതിനൊക്കെ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു തെറാപ്പി ആയിട്ടാണ് ഹിപ്നോസിസിനെ നമുക്ക് ഇന്ന് നമ്മുടെ മോഡേൺ സമൂഹം പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ പലരും ഹിപ്നോസിസ് ചെയ്തിട്ട് ഹിപ്നോസിസിന് വിധേയമാകുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഉചിതമായ കൈകളിൽ നിങ്ങൾ അത് പഠിച്ചിട്ടില്ല, ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തത് സ്കില്ലാണ്. ഇത് നമ്മൾ ഒരു ദിവസം പഠിച്ചത് കൊണ്ട് ഇന്ന് പഠിച്ചിട്ട് നാളെ പോയിട്ട് ഹിപ്നോസിസ് ചെയ്യാം അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ ടിഷ്യൂ എന്ന് പറയുമ്പോഴത്തേനും അപ്പുറത്തെ ആള് സബ് കോൺഷ്യസിലേക്ക് പോയിട്ടുണ്ടാവും, അയാൾ ബോധരഹിതനായിട്ട് അവിടെ വീണിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും പറയുന്നത് കുട്ടിച്ചാത്തനാണെന്നാണ്. അദ്ദേഹം കുട്ടിച്ചാത്തനല്ല, പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ചെയ്യാം. നമുക്കതിനെ റാപ്പിഡ് ഹിപ്നോസിസ് എന്നാണ് പറയുന്നത്. ഇത് വളരെ ഫ്രാക്ഷൻ ഓഫ്, നമുക്കൊരു 30 സെക്കൻഡിൽ നമുക്ക് ഒരാളെ ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകാം. അതായത് നമുക്കിങ്ങനെ അയാൾ തളരും, അയാളെ നമുക്ക് ഇങ്ങനെ പിടിച്ച് കിടത്താം. അതായത് അതിന് റാപ്പിഡ് ഹിപ്നോസിസ്, ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറെ മെത്തേഡ്സിലൊക്കെയാണ് റാപ്പിഡ് ഹിപ്നോസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ആ കൊടുക്കുന്ന രീതിക്ക് അനുസരിച്ച് അത് മാറ്റം വരും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അതുപോലെ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. സൈക്കോളജിസ്റ്റുകൾക്ക് മാത്രമാണ് നമുക്കത് നിയമപരമായിട്ട് ചെയ്യാൻ സാധിക്കുക. അല്ലാത്തുള്ളവർക്ക് അത് നമ്മുടെ വീട്ടിലൊക്കെ വേണമെങ്കിൽ, അതൊക്കെ നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് അവരുടെ പഠന നിലവാരം കൂട്ടാനോ കുട്ടികളുടെ സ്ട്രെസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ വേരിയസ് ആയിട്ടുള്ള ഹാബിച്വൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് തിരുത്താനൊക്കെ ആയിട്ട് നമുക്ക് ഹിപ്നോസിസ് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഒരുപാട് വിത്തുകളുണ്ട്. വിത്തുകൾ എന്ന് പറഞ്ഞാൽ ഹിപ്നോസിസ് ഒരു മാജിക് ആണെന്നുണ്ട് പലരും ഇത് പലർത്തുന്നുണ്ട്. പക്ഷെ അത് മാജിക് അല്ല, അത് പ്യുവർ ആയിട്ടുള്ള ഒരു സയന്റിഫിക് പെർഫോമൻസ് ആണ്. അത് തീർച്ചയായിട്ടും അതൊരു മാജിക് അല്ല. അതുപോലെ തന്നെ ഹിപ്നോട്ടിക് പേഴ്സൺ സ്ലീപ്പിലോട്ട് പോകുന്നതാണ് പറയുന്നത്. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് അല്ല കേട്ടോ, ഫോക്കസ്ഡ് ആയിട്ടുള്ള നമുക്ക് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നിർത്തിക്കൊണ്ട് അവരെ നമ്മൾ എന്താ പറയാ, ഒരു ജസ്റ്റ് ലൈക്ക് എ സ്ലീപ്പ്, അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കേൾക്കാൻ സാധിക്കുകയും പക്ഷെ അവരുടെ ശരീരത്തിന്റെ ചലനത്തിനെ നിയന്ത്രിക്കാനായിട്ട്, അതായത് അവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ പോവുകയും ചെയ്യുന്നതിനെയാണ് നമുക്ക് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം ഹിപ്നോസിസ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഹിപ്നോസിസിന് വിധേയമാകുന്ന ആളുകളായിട്ട് നമ്മൾ റാപ്പ് ബിൽഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ അവിടെ റിലാക്സേഷൻ ടെക്നിക്സ്, എന്തെങ്കിലും തരത്തിലുള്ള റിലാക്സേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ബ്രെയിന് വേവ് ലെങ്ത്തുകളുണ്ട്, വേരിയസ് ആയിട്ടുള്ള വേവ് ലെങ്ത്തുകളുണ്ട്. അപ്പൊ ആൽഫ, ബീറ്റ, ഡെൽറ്റ, അങ്ങനെ പറഞ്ഞിട്ടുള്ള വേരിയസ് വേവ് ലെങ്ത്തുകളുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിലാണ്, അതായത് ഇപ്പൊ ബീറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അലേർട്ട് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത് ആണ്, അവിടെ നമുക്ക് ഹിപ്നോസിസിന് വിധേയമാക്കാൻ പറ്റില്ല. അപ്പൊ ഒരു ഹൈലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് വേവ് ലെങ്ത്തിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ടാണ് മെയിൻ ആയിട്ട്
നമ്മൾ ഡെൽറ്റ സ്റ്റേജ് എന്നൊക്കെ പറയും. അതായത് 0.5 to 3 ഹെഡ്സ് ആണ് അതിന്റെ ഒരു വേവ് ലെങ്ത്. അതിലേക്ക് നമ്മൾ അവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ പോലും നമുക്ക് ഹിപ്നോസിസ് ചെയ്തിട്ട് നമുക്ക് ആ സ്ട്രെസ് നല്ല രീതിയിൽ കുറച്ച് അവരെ നമുക്ക് നല്ല റിലാക്സ്ഡ് ആയിട്ട് വിടാനായിട്ട് ഹിപ്നോസിസിൽ പറ്റും. എനിക്ക് വന്നിട്ടുള്ള ഒരു ക്ലയന്റ് ഉണ്ട്, ഒരു കുട്ടി എന്ത് ചെയ്താലും പഠിക്കാൻ പോകില്ല. അതായത് അവന് വെറുപ്പാണ് കോളേജിലോട്ട് പോകാൻ താല്പര്യമില്ല. അവനൊക്കെ നമുക്ക് എന്ത് കൗൺസിലിംഗ് ചെയ്തിട്ട് എത്ര കാലം നമുക്ക് കളയാൻ പറ്റും? കാര്യം ഫെബ്രുവരിയിലാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ എക്സാം ആണ്. നമുക്ക് എന്ത് തെറാപ്പിയാണ് അവിടെ കൊടുക്കാൻ പറ്റുക? എത്ര സെഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും? ആ പിതാവ് ഇതുപോലെ എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് എന്നെ വിളിക്കുക സാഹചര്യമായിട്ട് അങ്ങനെ അവനെ കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത്. അവൻ കൗൺസിലിങ്ങിന് വരാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം കൊച്ചിയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് പോയിട്ട് അവൻ പകുതിക്ക് വെച്ച് അവിടെ നിന്ന് പുറത്തോട്ട് ഓടി പോകുന്നു. എനിക്ക് ഈ സൈക്കോളജിസ്റ്റിനെ കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അവൻ വെറുത്തുപോയി. കാര്യം എല്ലാ സൈക്കോളജിസ്റ്റിന്റെ അടുത്തോട്ട് പോയിട്ടും ഉപദേശവും തെറാപ്പിയും ഒക്കെ കിട്ടി അവൻ വെറുത്തുപോയി. സോ അവിടെ നമുക്ക് എന്താണ് അവനെ ചെയ്യുക? അതിന്റെ വലിയ ടാസ്ക് ആയിരുന്നു. ഞാനത് അവർ വരുന്ന പ്രതീക്ഷയില്ല, പക്ഷെ അവർ വീട്ടിലോട്ട് വരികയും നമ്മൾ അവിടെ ഹിപ്നോ തെറാപ്പിയാണ് അവന് കൊടുത്തത്. അതില് എങ്ങനെയാണ് നമ്മൾ അവനെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സൈക്കോളജിയിൽ നിന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ ഞാനിത് ഉപയോഗിച്ചൊരു ടെക്നിക്ക് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതിപ്പോ അതിനോടൊരു പ്ലാറ്റ്ഫോം ഒന്നല്ല കേട്ടോ. കൗൺസിലിംഗ് ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല. അത് നമുക്ക് മറ്റൊരു സെഷനിൽ നമുക്കത് ചെയ്യാം. അവന്റെ അച്ഛനാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ വരുത്തി തീർത്തു. അതായത് അച്ഛനാണ് ടെൻഷൻ, മോൻ ജസ്റ്റ് കൂടെ ഇരിക്കണം, അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യണം, മോൻ എല്ലാ സെഷനിലും അച്ഛനെ കൊണ്ടുവരണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ്. അതായത് അവനെ സംബന്ധിച്ച് അച്ഛന് മകന്റെ ഭാവിയെ പറ്റിയിട്ട് ആശങ്കയുണ്ട്. അപ്പൊ മോൻ എന്ന അച്ഛനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ആ അച്ഛനും മോനും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂട്ടുകയും പയ്യെ അച്ഛന് സെഷൻ കൊടുക്കുന്നതിന്റെ ഒപ്പം മോനും സെഷൻ കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് അവനായി നല്ലൊരു ആപ്പ് ബിൽഡ് ചെയ്തതിനു ശേഷം അവന് 3 സെഷനാണ് നമ്മൾ ഹിപ്നോതെറാപ്പി കൊടുത്തത്. പരിപൂർണമായിട്ടും അവൻ എല്ലാ സബ്ജക്റ്റുകൾക്കും പാസ്സായി. ആ രക്ഷിതാവ് എന്നെ വിളിക്കണ്ടായി. പാസ്സായി എന്ന് മാത്രമല്ല, അവൻ ഇപ്പൊ സ്കൂളിൽ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം അവൻ അവധി എടുക്കുന്നുണ്ട്. നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ രക്ഷിതാവ് എന്നെ വിളിച്ചു, എനിക്കത് വളരെ സന്തോഷമായി. കാര്യം ഇപ്പോഴും പല സൈക്കോളജിസ്റ്റുകൾ അത് അംഗീകരിക്കില്ല. ഒരു ഹിപ്നോതെറാപ്പി കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ നമ്മുടെ CBT എന്തിനാണ്? അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റ് സെന്റേഡ് തെറാപ്പി ഉണ്ട്, അല്ലെങ്കിൽ വേരിയസ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് തെറാപ്പീസ് നമുക്ക് ഉണ്ടല്ലോ. ഇതൊക്കെ വെറുതെ ആണോ വെച്ചിരിക്കുന്നത്? അല്ല, ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, CBT പോലുള്ള തെറാപ്പികളൊക്കെ വളരെ ലോങ് ടേം ആയിട്ട് ചെയ്യേണ്ടതും വളരെ ഹൈലി എക്സ്പെൻസീവും നമുക്ക് ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള തെറാപ്പീസ് ആണ്. പക്ഷെ അതേസമയം ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ടൈം, നമുക്ക് SFBT അല്ലെ, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി, അതിൽ ഷോർട്ട് ടൈം തെറാപ്പീസ് നമ്മൾ പറയുന്നുണ്ട്, പല ഷോർട്ട് ടൈം തെറാപ്പീസ് പറയുന്നുണ്ട്. അത് എന്താണ് അതിന്റെ കാരണം, അതിന് മാത്രം കൊടുക്കുന്ന സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ അത്തരത്തിലുള്ള തെറാപ്പി ആയിട്ട് നമുക്ക് ഹിപ്നോതെറാപ്പിയെ കൺസിഡർ ചെയ്യാം. തീർച്ചയായിട്ടും ഫലം കിട്ടുന്ന ഒരു തെറാപ്പിയാണ്. ഇത് കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് മറ്റ് തെറാപ്പീസിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ തെറാപ്പി കൊണ്ടുപോകാനായിട്ട് പറ്റും. സോ നമുക്കൊരു റിലാക്സേഷൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം നമ്മൾ അവരെ ഫോക്കസ് ചെയ്യുന്നു. അതെങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ എന്താണ് നമ്മളവിടെ കൊടുക്കുന്ന സജഷൻസ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് സെഷനിൽ പറഞ്ഞുതരാം. പ്രാക്ടിക്കൽ സെഷനിൽ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓഫ്ലൈൻ സെഷനിലാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓഫ്ലൈൻ സെഷന്റെ വീഡിയോ നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അവർ എക്സ്പീരിയൻസ് ചെയ്തതും അവരെ തന്നെ ഹിപ്നോതെറാപ്പിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അവർക്ക് സെൽഫായിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം സാർ ഇത് ഓൺലൈൻ മോഡലാണ് ചെയ്യുന്നത്. സോ അതറിയില്ല, ഓഫ്ലൈൻ ആളുകൾ കൂടുതലാണെങ്കിൽ ചിലപ്പോൾ അത് ഓഫ്ലൈൻ മോഡിലേക്ക് ചേഞ്ച് ചെയ്യും, എനിക്കറിയില്ല. അത് കംപ്ലീറ്റ്ലി വിമ്പിളിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി, വിമ്പിളാണ് അത് തീരുമാനം എടുക്കുന്ന ഡിസിഷൻ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓഫ്ലൈനിൽ ഒരു 10 പേര് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ലൈൻ സെഷൻ ചെയ്യാം. അതല്ല ഓൺലൈൻ ആണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാം. മാക്സിമം നമുക്ക് ഓൺലൈൻ തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ദിവസം എവിടെയെങ്കിലും ഒരുമിച്ച് മീറ്റ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ സെഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഒരു തെറാപ്പിസ്റ്റിന്റെ സൂപ്പർവിഷനോട് കൂടി നിങ്ങൾ ചെയ്ത് അത് പഠിക്കണം, എന്നാൽ അത് നമുക്കത് സെറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഹിപ്നോതെറാപ്പിയെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സജഷൻസ് കൊടുക്കും. ഈ സജഷൻസ് കൊടുത്തതിന് ഈ സജഷൻസ് എങ്ങനെയാ കൊടുക്കണേ, അതായത് എന്താണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ആ പ്രശ്നം നമ്മൾ അവരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ആ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ട്രാൻസ് എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അവരുടെ ട്രാൻസ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോവാണ്. ആ ട്രാൻസ് സ്റ്റേറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പൊ ഫഹദിന്റെ ട്രാൻസ് മൂവി തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാൻസ് മൂവിയിൽ എന്താണ് സംഭവിക്കുന്നത്? അതായത് പലരും അവിടെ നിന്ന് കൈ വീശുന്നു, ഇവിടെ പുറകിലോട്ട് വീഴുന്നു. നമുക്കറിയാം ഇതെല്ലാം ഒരു ട്രാൻസ് സ്റ്റേറ്റ് ആണ്.
നമുക്ക് പല റിലീജിയസ് ആയിട്ടുള്ള ആസ്പെക്ട്സിൽ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, അവിടെയൊക്കെ നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് അവിടെ അവിടെയൊക്കെ നമ്മളൊരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് നമ്മുടെ മൈൻഡ് എത്തുകയാണ് ചെയ്യുന്നത്. സോ അങ്ങനെ എത്തുമ്പോൾ നമുക്ക് റിലാക്സേഷൻ കിട്ടും. അത് തന്നെയാണ് ഇവിടെ ഹിപ്നോതെറാപ്പിയിൽ സംഭവിക്കുന്നത്. ആ ട്രാൻസ് സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോയതിനു ശേഷം അവിടെ സെൽഫ് ഹിപ്നോതെറാപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ നമ്മുടെ മൈൻഡിനെ തന്നെ റിലാക്സ്ഡ് ആക്കുക. നമ്മുടെ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മൾ തുറന്നു പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് വേറെ ആരോട് വിഷമങ്ങൾ പറഞ്ഞാലും അതൊക്കെ നാളെ നമുക്ക് പാരകളായിട്ട് വരും. പക്ഷെ നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് അവിടെയുള്ള ദേവചൈതന്യത്തിനോടോ ഒരു മോസ്കിൽ പോയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പള്ളി ചർച്ചിൽ പോയിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരാരും നമ്മളെ പിന്നീട് ഉപദ്രവിക്കില്ല. പക്ഷെ മനുഷ്യരെന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയുന്നു, നാളെ അത് തിരിഞ്ഞ് നമുക്കിട്ട് കൊത്തും. നമുക്ക് ആരോടും വിശ്വസിക്കാൻ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്നത്തെ ലോകത്തുള്ളത്. പക്ഷെ അവിടെ പോയിട്ട് നമ്മൾ വിധേയമാകുന്ന സെൽഫ് ഹിപ്നോ തെറാപ്പിയാണ് നമ്മളവിടെ ചെയ്യുന്നത്, ശരിക്കും മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ട്രാൻസ് സ്റ്റേറ്റിലോട്ട് നമ്മൾ എത്തിയതിനു ശേഷം, അപ്പൊ ട്രാൻസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു പകുതി സ്ലീപ്പിലോട്ട് എത്തിയ അവസ്ഥ പോലെ. നമുക്ക് അതന്നെ ലൈറ്റ് ട്രാൻസ്, ഡീപ് ട്രാൻസ്, അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട് കേട്ടോ. ആ സ്റ്റേജസിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് നമ്മൾ ക്ലയൻസിന് കൊടുക്കും. അതായത് എന്താണോ അവരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ ലഘൂകരിക്കുന്ന സജഷൻസ് കൊടുക്കും. നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേകതയുണ്ട്, നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് എന്ത് കാര്യം നമ്മൾ പറയുന്നുണ്ടോ അത് ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യും. സജസ്റ്റബിലിറ്റി ഉള്ള ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സജസ്റ്റബിലിറ്റി എങ്ങനെ നമുക്ക് ഉണ്ട് എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം, അതും ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നമുക്ക് കുറെ സജസ്റ്റബിലിറ്റി മെത്തേഡ്സുകളുണ്ട്. അതായത് ഗ്ലോണൈ മെത്തേഡ് ഉണ്ട്, ഫിംഗർ ടിപ്സ്, മാഗ്നറ്റിക് ഫിംഗർ ടിപ്സ് മെത്തേഡ്സ് ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സുകളും ചെയ്തിട്ട് ഇയാൾക്ക് ഹിപ്നോതെറാപ്പി അല്ലെങ്കിൽ എന്റെ സജഷൻസ് ഇയാളെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ വെറുതെ റൂട്ടോടെ പോകുന്ന ഒരാളെ പിടിച്ചിരുത്തിയിട്ട് നിന്റെ സ്ട്രെസ് മാറട്ടെ, നിന്റെ സ്ട്രെസ് മാറട്ടെ, നിന്റെ സ്ട്രെസ് മാറട്ടെ നമ്മൾ റിപ്പീറ്റേറ്റീവ് പറഞ്ഞുകൊണ്ട് അയാൾ ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അയാളായിട്ട് നമ്മൾ റാപ്പ് ബിൽഡ് ചെയ്തതിന് ശേഷം ആ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് നമ്മൾ ഹിപ്നോതെറാപ്പി ചെയ്യുക. ഹിപ്നോതെറാപ്പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക്, ഞാൻ പറഞ്ഞു, വേരിയസ് ആയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾക്ക് നമുക്കിത് കൊടുക്കാം. അതിനൊക്കെ സ്ക്രിപ്റ്റ് ഡിഫറെന്റ് ആണ്. അതായത് ഇപ്പം സ്ട്രെസ്സിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അല്ല കുട്ടികൾ ഉണ്ടാവുന്ന അക്കാഡമിക് ആയിട്ടുള്ള ഇഷ്യൂസിന് കൊടുക്കുന്ന സ്ക്രിപ്റ്റ്. അപ്പൊ നിങ്ങൾ ആ ഓരോ സ്ക്രിപ്റ്റും പഠിച്ചു വെക്കണം. സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ പറയണം എന്നൊന്നുമില്ല. നിങ്ങളതായിട്ടുള്ള രീതിയിലുള്ള മോട്ടിവേഷൻസ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നമുക്കത് പറയാൻ പറ്റും. പക്ഷെ ഏകദേശം അതിനോട് സാദൃശ്യമുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അപ്പൊ സ്ട്രെസ് ഉള്ള ഒരാൾക്ക് കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അല്ല ആങ്സൈറ്റി ഉള്ള ഒരാൾക്ക് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാ പ്രശ്നങ്ങളും ഹിപ്നോതെറാപ്പി കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതൊരു തെറ്റായ ധാരണയാണ്. ഡിപ്രഷൻ ഒന്നും ചെന്നിട്ട് നമ്മൾ ഹിപ്നോതെറാപ്പി യൂസ് ചെയ്യരുത്. അപ്പൊ ചില കേസിൽ നമ്മൾ ചെയ്യരുത്. പ്രഗ്നന്റ് ആയിട്ടുള്ള വിമൻ, അവരിൽ ചെന്നിട്ട് ഹിപ്നോതെറാപ്പി ചെയ്യരുത്. അതുപോലെ തന്നെ ഹൃദയാഘാത സാധ്യതയുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളിൽ കണ്ടീഷൻസ് ഉണ്ട്. ആളുകൾ ഇതിനകത്ത് നോക്കണം. അത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പെയിൻ മാനേജ്മെന്റ് ചെയ്യാം, സ്ട്രെസ് റിലീഫ് ചെയ്യാം, ഇമോഷണൽ ഹീലിങ്സ് ചെയ്യാം, അതുപോലെ തന്നെ കോൺഫിഡൻസ് ബിൽഡിങ്സ് ചെയ്യാം, അതുപോലെ തന്നെ സ്ലീപ്പ് ഇംപ്രൂവ്മെന്റ് ചെയ്യാം, അതുപോലെ തന്നെ ഫോക്കസിന് എൻഹാൻസ്മെന്റ് ചെയ്യാം. അങ്ങനെ എന്താ പറയാ, പറഞ്ഞാൽ തീരാത്ത പല മേഖലകൾ നമുക്കറിയാം. നമ്മുടെ അടുത്തോട്ട് വരുന്ന ക്ലയന്റിൽ പലരും ഇങ്ങനെയുള്ള പല ഇഷ്യൂസുകളായിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അവർക്ക് ഇതിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാനായിട്ട് സാധിക്കും? ഹിപ്നോതെറാപ്പി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇനി കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഹിപ്നോതെറാപ്പി ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. നമുക്കത് കൂടെ ഒരു ചർച്ചയായിട്ട് അങ്ങ് മുന്നോട്ട് നീങ്ങാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും നന്നാവാൻ തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതെങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ചോദിക്കണമെങ്കിൽ ചോദിക്കാം. സാർ, ഈ ട്രാൻസിലേക്ക് പോവാന്ന് പറയുന്നുണ്ടല്ലോ. ഉം. അപ്പൊ ഈ ട്രാൻസിലേക്ക് എത്തിയ എങ്ങനെയാ മനസ്സിലാവുക? നമ്മള് ഓക്കെ. സജഷൻ കൊടുക്കണമെങ്കിൽ ഈ ട്രാൻസിലേക്ക് പോയാലല്ലേ നമുക്ക് സജഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചോദിച്ചാലുള്ള പേരെന്താ? അപർണ. അപർണ. ഇപ്പൊ ഹിപ്നോതെറാപ്പിയെ പറ്റി അറിയുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപർണ ചോദിച്ചത് ഇത്രയാണ്. അതായത് ഇപ്പൊ ട്രാൻസിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കാറ്റലപ്റ്റിക് സ്റ്റേജ് ഒക്കെ ഉണ്ടാവും. അതായത് കൈയും എന്താ പറയാ, നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ എന്താ പറയാ, ഒരു മരവിച്ച അവസ്ഥ. അതായത് നമ്മളിങ്ങനെ കൈ പൊക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ കൈക്കൊട്ടും സാധനങ്ങളെ പൊക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ അങ്ങോട്ട് വീഴും. കാലിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വീഴും. തലയൊക്കെയാണെങ്കിൽ സൈഡിലോട്ട് ഇങ്ങനെ
ഒടിഞ്ഞു പോകും. അതായത് ശരീരഭാഗങ്ങൾക്ക് ഒട്ടും ബലമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഇവർ പോകും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കാം, അതായത് ഇവര് ട്രാൻസിലോട്ട് പോയിട്ടുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ചിലർ അഭിനയിച്ച് കിടക്കും ഞാൻ ട്രാൻസിലോട്ട് പോയി എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഹിപ്നോസിസിന് വിധേയമായി എന്ന് കാണിക്കാൻ. അതൊക്കെ നമുക്ക് മനസ്സിലാവും, കാരണം അവരുടെ കണ്ണ് മൂവ്മെന്റ് ഉണ്ടാവില്ല. ട്രാൻസിലോട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് അവർ സലൈവ അങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറക്കുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ണിങ്ങനെ മറഞ്ഞ് പോകുന്നുണ്ടാവും. നമ്മൾ പൊടുന്നനെ നമ്മൾ ജസ്റ്റ് അവരെ സ്ലീപ്പിലോട്ട് കൊണ്ടുപോവുക. സ്ലീപ്പിലോട്ട് കൊണ്ടുപോയി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ കിടത്തിയിട്ട് തന്നെ നമ്മൾ ചെയ്യുക. 45 ഡിഗ്രി ആംഗിളിൽ കിടത്തിയതിനു ശേഷമാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. അതായത് അവർ ശരീരഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് ബലം പിടിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ പൊക്കുമ്പോൾ അത് വളരെ ഒട്ടും ബലമില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ താഴേക്ക് പോകുന്നത്. അതുപോലെ നമ്മൾ ചോദിക്കുന്നതിന്റെ പ്രതികരണം പെട്ടെന്നില്ല. അതായത് ഇപ്പൊ അവർക്ക് സംസാരിക്കാനൊക്കെ പ്രയാസം ഉണ്ടാവും. സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ ബുദ്ധിമുട്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ കുറെ ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഇയാൾ ട്രാൻസിലോട്ട് പോയിണ്ടോ എന്നറിയാൻ പറ്റും. ട്രാൻസ് തന്നെ പൂർണ്ണമായിട്ടും ഒരു ഡീപ് ട്രാൻസിലോട്ട് പോകണം എന്നൊന്നും ഇല്ല. ഇപ്പൊ ഡീപ് ട്രാൻസിലോട്ട് പോണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഹിപ്നോസിസിലാണ്. അതിനകത്ത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കൈ പിടിച്ചൊന്ന് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്യുമ്പോഴേക്കും അവരെ കമ്മന്നടിച്ച് അവിടെ സ്ലീപ്പിലോട്ട് വീഴാണ്. ചിലപ്പോൾ കസാരയിൽ നിന്ന് മറിഞ്ഞ് നിലത്തോട്ടൊക്കെ വീഴും കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ബോധരഹിതനായിട്ട് വീഴുന്ന പോലെയാണ് നമ്മൾ വീഴുക. അപ്പൊ അവിടെ അവരുടെ ആഗ്രഹങ്ങൾ കാണണമെങ്കിൽ അയാൾ ഡീപ് ട്രാൻസിലോട്ട് പോകണം. പക്ഷെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ സംബന്ധിച്ച് ഡീപ് ട്രാൻസിലോട്ട് പോകണമെന്നില്ല. ഒരു ലൈറ്റ് ട്രാൻസ് ആണെങ്കിൽ പോലും നമ്മുടെ സജഷൻസ് അവർക്ക് അനുസരിക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് ട്രാൻസ്, മീഡിയം ട്രാൻസ്, ഡീപ് ട്രാൻസ്, ഇങ്ങനെ 3 ട്രാൻസ് ഉണ്ട്. അപ്പൊ നമുക്കൊരു ഹിപ്നോതെറാപ്പിസ്റ്റിന് ഒരു ലൈറ്റ് ആൻഡ് മീഡിയം ട്രാൻസിലോട്ട് പോയാൽ തന്നെ നമുക്ക് നമ്മുടെ സജഷൻസ് അംഗീകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഇനി മറ്റെന്തെങ്കിലും ചോദ്യങ്ങള്? നിങ്ങൾ ഹിപ്നോതെറാപ്പി ആരെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ, അത് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഹിപ്നോതെറാപ്പി പറ്റിയിട്ടുള്ള നിറയെ ഈ നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അവരിങ്ങനെ റെസിസ്റ്റിംഗ് മെന്റാലിറ്റി ആണെങ്കിൽ നമുക്കത് പറ്റുമോ, അവരെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റുമോ? ഒരു റെസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡാണ് അവരോട് കളയുന്നുണ്ടെങ്കിൽ? നേരത്തെ പറഞ്ഞു, പേരൊന്ന് പറയണേ എനിക്ക്. അപ്പൊ നിങ്ങൾ? എന്റെ പേര് വർഗീസ്. ആ സാർ എന്താ ചെയ്യണത്? ഞാൻ ഇതിലെ സെക്കൻഡ് ഇയർ പഠിക്കണുള്ളൂ സൈക്കോളജിയില്. ആ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞാൽ MA ആണ് അല്ലേ? PG അല്ലേ? MA അതെ. ആ ഓക്കെ ഓക്കെ. അപ്പൊ സാർ ചോദിച്ചതാണ് അവര് റെസിസ്റ്റ് ചെയ്യുമെങ്കിൽ എങ്ങനെ നമുക്ക് ഹിപ്നോതെറാപ്പി ചെയ്യും. നമ്മളൊരു കാര്യം വർഗീസ് സാർ ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാല്, നമുക്ക് ഒരിക്കലും സ്പൂൺ ഫീഡ് ചെയ്യുന്നത് പോലെ കുട്ടികളെ വായ ഇങ്ങനെ പിടിച്ചിട്ട് മരുന്നൊഴിക്കുന്ന പോലെ ഒന്നും സൈക്കോളജിയിലെ ഒരു മെത്തേഡ് നടക്കില്ല. അതായത് ക്ലയന്റിന്റെ സമ്മതം, പൂർണ്ണമായ സമ്മതം ഇല്ലാതെ ഒരു കാരണവശാലും ഹിപ്നോതെറാപ്പി വർക്കൗട്ട് ചെയ്യില്ല. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ക്ലയന്റിന്റെ കൂടെ വരുന്ന ആൾക്ക് ഭയങ്കര സമ്മതം, ഇയാളെ ഹിപ്നോതെറാപ്പി ചെയ്തു, എന്റെ മോനെ ചെയ്തു. മോൻ പറയാണ് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് റെസിസ്റ്റ് ചെയ്താൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലയന്റിനെ എങ്ങനെ നമ്മൾ ഹിപ്നോതെറാപ്പി ചെയ്യാന്ന് വെച്ചാൽ, അതിനാണ് നമ്മൾ നമ്മുടെ കൗൺസിലിംഗ് സ്റ്റെപ്സ് പഠിക്കുന്നുണ്ടല്ലോ, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, ഓക്കെ. അപ്പൊ നമ്മൾ അവരായിട്ടൊരു റാപ്പോ ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഹിപ്നോതെറാപ്പി, എപ്പോഴും ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ ഓടിപ്പോയിട്ട്, ഇപ്പൊ നമ്മൾ സ്ട്രീറ്റ്സിലൊക്കെ കണ്ടിട്ട് ഹിപ്നോതെറാപ്പി ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്ന റീൽസ് 30 സെക്കൻഡ് റീൽസ് ഉണ്ട്. അതിനു മുമ്പ് അവരെടുക്കുന്ന എഫേർട്ട് എത്രയാന്ന് വെച്ചിട്ട്, ഞാനൊക്കെ പ്രാക്ടിക്കലായിട്ട് സ്ട്രീറ്റ് ഹിപ്നോട്ടിസ്റ്റ് ആണ്. ഞാൻ കുറെ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയിട്ട് അർദ്ധരാത്രിയൊക്കെ കുറെ സമയം കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒക്കെ ആദ്യം നമ്മൾ പോയിട്ട് അത് തെറാപ്പി അല്ല ഞാൻ പറഞ്ഞ, അതും ഹിപ്നോട്ടിസം തന്നെയാണ്. അത് ചെയ്യുമ്പോൾ അവർ പറയും വേണ്ട ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ മനസ്സ് വായിക്കും. ഇപ്പൊ നമുക്ക് പേരൊക്കെ മറന്ന് കളയിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തമാശക്ക് പേര് മറന്ന് കളയിപ്പിച്ചിട്ടുണ്ട്. വേറെ അപകടം സംഭവിച്ചു വെച്ചാൽ കാർ എവിടെ വെച്ചേന്നുള്ളത് മറന്ന് കളയിപ്പിച്ചു. പക്ഷെ പിന്നീട് അത് മനസ്സിലായത് അയാൾക്ക് കാർ ഓർമ്മയില്ല, പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ കുറെ അപകടങ്ങളുണ്ട് കേട്ടോ, തമാശക്ക് ചെയ്യുമ്പോ. സീരിയസ് ആയിട്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, പരിപൂർണമായിട്ടും ക്ലയന്റിനെ നമ്മൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ ഹിപ്നോതെറാപ്പിയുടെ യൂസസ്, ഹിപ്നോതെറാപ്പി കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ, ഇതെല്ലാം ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കി ക്ലയന്റിനെ ഹിപ്നോതെറാപ്പിയിലേക്ക് ആകൃഷ്ടനാക്കണം. അതായത് ഹിപ്നോതെറാപ്പിയോട് 100% താല്പര്യമുള്ള ഒരാൾ പെട്ടെന്ന് ട്രാൻസ്ഫർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം റെസിസ്റ്റ് ചെയ്യാണ്, അതായത് എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വെച്ചാൽ അയാൾ ഒരിക്കലും അയാൾ ട്രാൻസ്ഫർ പോകില്ല. അയാൾ ഒരിക്കലും അയാളെ കണ്ണടയില്ല. ആൾ ഇങ്ങനെ വിജിലന്റ് ആയിട്ടിരിക്കും. കാര്യം എന്താ വെച്ചാൽ ഹിപ്നോതെറാപ്പിയിൽ എന്താ സംഭവിക്കുന്നത്, പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്. നമുക്കറിയാം ബ്രെയിന് ഫ്രണ്ടൽ ലോബ്, പറയറ്റൽ ലോബ്,
ഓക്സിപിറ്റൽ ലോബ് ആൻഡ് ബോത്ത് ടെമ്പറൽ ലോബ്. അപ്പൊ ഇതില് ഫ്രോണ്ടൽ ലോബിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലാണ് നമുക്ക് ശരിക്കും പറഞ്ഞ നമ്മുടെ ഇത് നടക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡ് ഇരിക്കുന്നത്. ക്രിട്ടിക്കൽ മൈൻഡ് നമ്മളോട് പറയുകയാണ്, നമ്മൾ സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇവൻ എന്തിനാ എന്നോട് സ്ലീപ്പ് പറയുന്നത്, ഞാൻ എന്തിനാ സ്ലീപ്പിലോട്ട് പോകുന്നത്, ഈവൻ സ്ലീപ്പ് പറഞ്ഞ് സ്ലീപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ മനസ്സ് വേണം ചോർത്തെടുക്കും. അപ്പൊ ക്രിട്ടിക്കൽ മൈൻഡിൽ നമ്മൾ ബൈപ്പാസ് ചെയ്യണം. എങ്ങനെ ക്രിട്ടിക്കൽ മൈൻഡ് നമ്മൾ ബൈപ്പാസ് ചെയ്യും? അതായത് ജസ്റ്റ് ലൈക്ക് ഒരു ഗെയിം കളിക്കുമ്പോൾ കുട്ടികൾ കണ്ടിട്ടില്ലേ, അതായത് നടുക്ക് എന്തോ സാധനം വെച്ചിട്ടുണ്ട്, അതിനെ ആ തടസ്സത്തിനെ ഓവർകം ചെയ്താലേ നമുക്ക് അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. വല്ല തീയോ വ്യാളിയോ അങ്ങനെയൊക്കെ കുട്ടികൾ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഡ്രാഗൺ. അപ്പൊ അതുപോലെയാണ് നമ്മളുടെ ക്രിട്ടിക്കൽ മൈൻഡ്. ഇങ്ങനെ നടുക്ക് നമ്മളിങ്ങനെ കാത്തുകൊണ്ടിരിക്കും. ഇതിനെ പറ്റിച്ചിട്ട് വേണം നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകാൻ. അപ്പൊ ക്രിട്ടിക്കൽ മൈൻഡിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നമുക്ക് പോകാന്ന് പറയുന്നത് ഒരു തെറാപ്പിസ്റ്റിന്റെ കഴിവാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു തെറാപ്പിയുടെ സെഷനിൽ നിങ്ങളെ പഠിപ്പിക്കും, എങ്ങനെയാണ് ക്രിട്ടിക്കൽ മൈൻഡിനെ ബൈപ്പാസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ മൈൻഡ് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പൊ താല്പര്യപ്പെട്ട് വന്നാൽ പോലും അവർക്ക് ക്രിട്ടിക്കൽ മൈൻഡ് ഉണ്ടല്ലോ. അതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്യാനുള്ള ടെക്നിക്സിൽ ഹിപ്നോതെറാപ്പിയിൽ പഠിപ്പിക്കും. അങ്ങനെ നമുക്ക് പോവാം, അതിലേക്ക് തെറാപ്പിയിലോട്ട് അവരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. എന്തായാലും നല്ല 2 ചോദ്യങ്ങളാണ് ചോദിച്ചത് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഹിപ്നോതെറാപ്പി ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഹിപ്നോതെറാപ്പി പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൽഫ തെറാപ്പിയെ കുറിച്ച് പറയാമോ? ആൽഫ ഹിപ്നോസിസിനെ കുറിച്ച്. കേൾക്കുന്നുണ്ട് സാറേ. ആൽഫ ഹിപ്നോസിസ് എന്ന് പറയാറില്ലേ? ആൽഫ തെറാപ്പി അല്ല, അത് നമ്മുടെ ബ്രെയിൻ വേവ്സ് ആണ്. നമുക്ക് ബ്രെയിൻ വേവ്സ് ഒഡിബിൾ ആണോ? കേൾക്കാവോ? ചോദിച്ചോളൂ സാർ. അതിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാവോ? ഞാൻ പറയാം. നമുക്ക് പ്രധാനമായിട്ടും ബ്രെയിനിന്റെ വേവ്സ് ഉണ്ട്. ബ്രെയിൻ വേവ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേവ്സ് ഹെഡ്സിലാണ് പറയുന്നത്. നമുക്കിപ്പം സൗണ്ട് വേവ്സ് ഹെഡ്സിൽ പറയുന്നത് പോലെ ബ്രെയിൻ വേവ്സ് പ്രധാനമായിട്ട് ഫ്രീക്വൻസി ഹെഡ്സിലാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ വളരെ അലേർട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ബ്രെയിൻ വേവ്സിന്റെ ഹെഡ്സ് കൂടുതലായിരിക്കും. അതായത് നമ്മൾ വളരെ വിജിലന്റ് ആയിട്ട് എന്തോ ഒന്നും അവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ പറ്റി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ വേവ്സിലെ ഹെഡ്സ് ഹൈ ആയിരിക്കും. അതായത് 14 മുതൽ 30 വരെ ആയിരിക്കും. 40 to 30 ആണ് നമ്മുടെ ഹെഡ്സ് പറയുന്നത് ആ ടൈമിൽ. അത് നമുക്ക് ബീറ്റ വേവ്സ് എന്നായിട്ടാണ് നമ്മളതിനെ കൺസിഡർ ചെയ്യുന്നത്. അതേസമയം വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഫോക്കസിൽ നമ്മൾ വളരെ ഒന്നും നമ്മുടെ മൈൻഡിലില്ല, അലേർട്ടിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആൽഫ വേവ്സ് ആണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുക. അതായത് അത് 8 to 13 ആണ്. മറ്റേ 40 to 30 പറയുമ്പോൾ 8 to 13 ആണ് ഈ റിലാക്സ്ഡ് വേവ്സ് ഉള്ളത്, നമ്മുടെ ആൽഫ. അതേസമയം തീറ്റ വേവ്സ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ട്രാൻസ് സ്റ്റേറ്റ്. ഹിപ്നോട്ടിക് ട്രാൻസ് എന്ന് പറയുന്ന സമയത്ത് ഇതൊക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഈ ഇന്ന സമയത്ത് ഇന്ന വേവ് ആണെന്ന് എങ്ങനെയായിരിക്കും മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? അതിനാണല്ലോ നമ്മൾ ഇ സി ജി ഒക്കെ അതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മുടെ ബ്രെയിൻ ലെങ്ത്തിന്റെ ഗ്രാഫ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഹിപ്നോട്ടിക് ട്രാൻസിലെ ഗ്രാഫ് വളരെ ഇങ്ങനെ ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ 6 ആക്ട് മോഡൽ ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ. ഇപ്പൊ ഈ ഫ്ലാറ്റ് ലൈൻ ആയിരിക്കും ഹിപ്നോട്ടിക് ട്രാൻസിൽ 4 to 7 ഹെഡ്സ് ആണ് ആ ടൈമിൽ പറയുന്നത്. തീറ്റ വേവ്സിൽ 4 to 7 ഹെഡ്സ് എന്ന് ആലോചിച്ച് നോക്കൂ. നേരത്തെ നമ്മൾ പറഞ്ഞു 8 to 30, 14 to 30 എന്ന് പറഞ്ഞാൽ 4 to 7. ഇനി വേറെ രസം എന്ന് വെച്ചാൽ ഡെൽറ്റ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സ്ലീപ്പിലോട്ട് പോയി, നമുക്കൊന്നും അറിയില്ല, നമ്മുടെ കൈയും കാലും ഒന്നും മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ശരീരം ഫുള്ള് തളർന്ന അവസ്ഥ, നമുക്കൊന്നും ചെയ്യാം. നമ്മൾ ജസ്റ്റ് ആ സമയത്ത് ഒരു സൂചി എടുത്ത് കുത്തിയാൽ പോലും നമുക്ക് വേദന അനുഭവിക്കില്ല. ഒരു സിഗരറ്റ് ലാമ്പ് എടുത്ത് മേലിങ്ങനെ കത്തിച്ചാൽ പോലും നമുക്ക് പൊള്ളൽ അനുഭവപ്പെടില്ല, വേദനകൾ അറിയില്ല. നമുക്ക് ഈ ഹിപ്നോട്ടിക് അനസ്തേഷ്യ എന്നൊക്കെ ഹിപ്നോതെറാപ്പിസ്റ്റ് വിളിക്കുന്നുണ്ട്. ഹിപ്നോട്ടിക് അനസ്തേഷ്യ, ഹിപ്നോട്ടിക് അംനീഷ്യ, മറന്നു പോവുക. അപ്പം ഡെൽറ്റ സ്റ്റേജ് എന്ന് പറയുന്നത് 0.5 to 3 ഹെഡ്സ് ആണ്. ഏറ്റവും ലോവസ്റ്റ് ഫ്രീക്വൻസി ആണ് 0.5 to 3 ഹെഡ്സ്. ഇതെന്ന് പറയുന്നത് ഡെൽറ്റ സ്റ്റേജ്. ഇത് ഡീപ്പ് റിലാക്സേഷൻ, ഡീപ്പ് സ്ലീപ്പിൽ വരുന്ന ഒരു വേവ് ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിന്റെ ബ്രെയിൻ ലെങ്ത്തിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ബ്രെയിൻ വേവില്
സാറിന് മനസ്സിലായിണ്ടെന്ന് വിചാരിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും? സാർ ഒരു കാര്യം, ഇപ്പൊ ഹിപ്നോതെറാപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പൊ നമ്മളിത് വ്യക്തിയിൽ ചെയ്യുമ്പോൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റെഡിയാക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മളിൽ? തീർച്ചയായിട്ടും നല്ലൊരു ക്വസ്റ്റ്യൻ. ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് എന്തൊക്കെ ക്വാളിറ്റി വേണം? അതായത് ഇതിലൊക്കെ സത്യം പറഞ്ഞ ഇതൊക്കെ ക്ലാസ്സിലെ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഞാനൊരു ഒരു 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 മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹിപ്നോതെറാപ്പി പറ്റിയുള്ള ഒരു പുസ്തകമാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ ഇതെന്തായാലും ഇത് ക്ലാസ്സിലുള്ളവർക്ക് ഈ മൊഡ്യൂൾ നമ്മൾ കൊടുക്കും. ഇതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എല്ലാ സ്ക്രിപ്റ്റും എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്തുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു പുസ്തകം. അപ്പൊ ഇതിനകത്ത് ആ ഭാഗമുണ്ട്. അതായത് ഹിപ്നോതെറാപ്പിസ്റ്റിന് വേണ്ട ക്വാളിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റൻഷൻ ഉള്ള ഒരാളായിരിക്കണം. ഇപ്പം ഒരു ADHD ഉള്ള ഒരാൾക്ക് മറ്റൊരാളെ ഹിപ്നോതെറാപ്പി ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് ശരിക്കും പറയണെന്ന് വെച്ചാല് എന്നെ പഠിപ്പിച്ച സാർ പറയായിരുന്നു, നല്ലൊരു സബ്ജക്റ്റിന് മാത്രമേ നല്ലൊരു ക്ലയന്റിന് മാത്രമേ നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അത് നമ്മളും ഹിപ്നോതെറാപ്പിക്ക് വിധേയമായാൽ സജസ്റ്റബിലിറ്റി ഉള്ള ഒരാളായിരിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന്റെ അനുഭവം എന്താണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് കൊണ്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ മനസ്സൊന്ന് വളരെ ശാന്തമായിട്ട് നിന്നാൽ മാത്രം നമ്മൾ കൊടുക്കുന്ന സജഷന് ആ പവർ ഉണ്ടാകും. അത് പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടുള്ള കാര്യമാണ്. കാരണം പലരും ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് സ്ലീപ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ട്രാൻസിലോട്ട് കൊണ്ടുപോകാം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് ഇതൊരു അന്ധവിശ്വാസമാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. പക്ഷെ നമ്മുടെ ഒരു മൈൻഡ് പവർ അതായത് എന്നെ കൊണ്ട് പറ്റും, എനിക്ക് നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് ഞാൻ, എനിക്ക് എല്ലാവരെയും കൃത്യമായിട്ട് തെറാപ്പിക്ക് വിധേയനാക്കാനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ള ഒരു തോന്നൽ, കോൺഫിഡൻസ് ലെവൽ വളരെ ഹൈ ആയിട്ടിരിക്കണം. സോ അത് കിട്ടണമെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ വളരെ ഏകാഗ്രതമായിട്ടുള്ള ഒരു മൈൻഡ് ആയിരിക്കണം. അതിന് നമ്മൾ മെഡിറ്റേഷൻ തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ദൈവികപരമായിട്ടുള്ള കാര്യമായിട്ട് ആരും കൺസിഡർ ചെയ്യരുത്. കാരണം മെഡിറ്റേഷനിൽ നിങ്ങൾക്ക് എന്തൊരു ഒബ്ജക്റ്റിനെ വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ധ്യാനിച്ചിരിക്കാവുന്നതാണ്. ഒരു ഒബ്ജക്റ്റ് എന്തോ ആവട്ടെ, അതായത് ഒരു വൃക്ഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൂര്യനെ ചിന്തിക്കാം. നിങ്ങൾക്ക് എന്ത് വസ്തുവിനെ വേണമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും ഹിപ്നോതെറാപ്പിയിലേക്ക് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ, ഓക്കെ സാർ, താങ്ക് യു സാർ. അപ്പൊ നമ്മൾ ഹിപ്നോതെറാപ്പി പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് സജസ്റ്റബിലിറ്റി, എങ്ങനെയാണ് ഒരാൾക്ക് ഹിപ്നോതെറാപ്പിക്ക് വിധേയമാകാനുള്ള കഴിവുണ്ടോ, എത്ര ശതമാനം കഴിവുണ്ടെന്ന് പരിശോധിക്കേണ്ട സജസ്റ്റബിലിറ്റി ടെസ്റ്റ് നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കണം. അത് പ്രാക്ടീസ് ചെയ്തതിന്റെ വീഡിയോ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യണം. അത് ഞങ്ങൾ പരിശോധിക്കും, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ നോക്കും. അതിനുശേഷം നിങ്ങൾ ഹിപ്നോതെറാപ്പി ചെയ്യുന്ന വീഡിയോസും നമുക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ചെയ്തത് ക്ലയന്റിന്റെ സമ്മതത്തോടു കൂടി അത് റെക്കോർഡ് ചെയ്യുക. അവരെ മുഖമൊന്നും കാണാത്ത രീതിയിൽ റെക്കോർഡ് ചെയ്ത് അതും നമുക്ക് അയച്ചു തരാം. അപ്പൊ അത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മോണിറ്റർ ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് നല്ലൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആയിട്ട് മാറാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന മറ്റ് മെത്തേഡ്സിൽ, മറ്റ് ടൂൾസിലൊക്കെ തന്നെ ഇതൊരു പ്രധാന ടൂളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഹിപ്നോതെറാപ്പി. അത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക, മാക്സിമം പഠിക്കുക, നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് ഒറ്റ വഴിയുള്ളൂ, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആദ്യം ഫെയിലിയേഴ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക. അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ താഴേക്ക് താഴും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊക്കെ 8ഉം 9ഉം തവണയൊക്കെ ചെയ്തിട്ടാണ് എനിക്ക് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മേ ബി ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഡയറക്റ്റ് തന്നെ നിങ്ങൾക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായിട്ട് പറ്റും. മാക്സിമം അത് ഓഫ്ലൈനിൽ തന്നെ ആകാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. അതല്ല എങ്കിൽ അത് 10 പേര് താഴെയാണെങ്കിൽ നമ്മളത് ഓൺലൈൻ മോഡിലേക്ക് തന്നെ കൊണ്ടുവരും. അത് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സപ്പോർട്ട്, കണ്ടിന്യൂസ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും, എപ്പോഴും ഉണ്ടാവും കേട്ടോ. ക്ലാസ് കഴിഞ്ഞാലും സാർ, ഞാനൊക്കെ ഇപ്പൊ എറണാകുളമാണ്. ഞാൻ നിമ്മിയാണ് സംസാരിക്കുന്നത്, എറണാകുളമാണ്. അപ്പൊ ഇത് ശരിക്കും കോഴിക്കോടല്ലേ? അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വിംബിൾ അക്കാഡമിക്ക് തൃശ്ശൂരും കോഴിക്കോടും സെന്റർ ഉണ്ട്. അപ്പൊ സാറ് ഇത് എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യണമെന്നുള്ളത് ഫൈസൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സാറ് കൃത്യമായിട്ട് പറഞ്ഞു തരും. നമുക്ക് കോഴിക്കോട് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല.
തൃശ്ശൂർ കണ്ടക്ട് ചെയ്യുന്ന വിരോധമില്ല. പക്ഷെ ഇതാണ് പ്രശ്നം, നമുക്ക് 10 പേരിന് മുകളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഓഫ്ലൈൻ സെഷൻസ് വെക്കുള്ളൂ കാലിക്കറ്റ് ആണെങ്കിൽ. അപ്പൊ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കാലിക്കറ്റ് വെക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. നമ്മൾ വിജയകരമായിട്ട് തൃശ്ശൂർ ഒരു സെഷൻസ് ഓഫ്ലൈൻ സെഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ആയിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഉച്ചവരെ തിയറി സെഷനും വൈകിട്ട് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് എവിടെയാണ് ആളുകൾ ഉള്ളത് അതനുസരിച്ചിട്ട് നമുക്ക് സെഷൻസ് നോക്കാം കേട്ടോ. ഫൈസൽ സാറായിട്ടൊന്ന് ബന്ധപ്പെടണം. അല്ല സർ, ഓഫ്ലൈൻ വെക്കുമ്പോ പിന്നെ ഓൺലൈൻ ഉണ്ടാവില്ലേ? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് 10 പേർക്ക് ഓഫ്ലൈൻ ആണ് കംഫർട്ടബിൾ എങ്കിൽ നമ്മൾ ആ 10 പേര് വെച്ച് ഓഫ്ലൈൻ ചെയ്യും. ബാക്കി ഓക്കെ 5 ഓൺലൈൻ ആണ്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ ഒരു ദിവസം മെനക്കെട്ട് തൃശ്ശൂർ വരെ വരാൻ പറ്റാത്ത ഒരുപാട് ജില്ലക്കാർ ഇതിനകത്തുണ്ട്. സോ അവർക്ക് ഇത് പഠിക്കണമല്ലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഓൺലൈനിൽ നമ്മുടെ എഫേർട്ട് ബെസ്റ്റ് ആയിട്ട് തന്നെ ഇടും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു പ്രാക്ടിക്കൽ സെഷൻ വെക്കുന്ന സമയത്ത് ഞാൻ ഈ ഓൺലൈൻ സെഷൻസ് കണ്ടക്ട് ചെയ്തവർക്ക് ഒരു നോമിനൽ ഫീ വെച്ചിട്ട് ഒരു എൻട്രി ഞാൻ ഫൈസൽ സാറിനോട് റിക്വസ്റ്റ് ചെയ്യും. അതായത് അവരുടെ ഫുഡ് എക്സ്പെൻസോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ചെയ്തിട്ട് അവർക്ക് ഒരു പ്രാക്ടിക്കൽ സെഷൻസ് കാണാനുള്ള ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ വറീഡ് ആവണ്ട. ഓൺലൈൻ ചെയ്തവർക്കും നമുക്ക് തീർച്ചയായിട്ടും ഒരു ഓഫ്ലൈൻ സെഷനിൽ നിങ്ങൾക്ക് സൗകര്യപ്രദമാവുന്ന ഒരു ഡേറ്റിൽ നമുക്ക് ചെയ്യാം. ഓക്കെ സാർ ഈ ഓഫ്ലൈൻ സെഷൻ അത് വിമ്പിളിൽ വെച്ചിട്ടാണ് നടക്കുക, ചന്ദ്രാപിന്നിയിൽ? അതാണ് സർ ഞാൻ പറഞ്ഞത്. ചന്ദ്രാപിന്നിയിലായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഓഫ്ലൈൻ സെഷൻ നമ്മൾ വെച്ചത്. അത് വളരെ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ചന്ദ്രാപിന്നി. നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ഏരിയകളും അവിടെ ഉണ്ട്. അതല്ല കാലിക്കറ്റ് ആണ് നമുക്ക് സൗകര്യമെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് മീറ്റ് ചെയ്യാം. എവിടെയാണെങ്കിലും നമ്മൾ വരാൻ തയ്യാറാണ്. ഈ പ്രാക്ടിക്കൽ സെഷൻസ് വെക്കണ സമയത്ത് നമുക്ക് 1-2 മെന്റലിസത്തിന്റെ ട്രിക്സ് കൂടെ പറഞ്ഞു തരും. മെന്റലിസം എന്ന് പറഞ്ഞാൽ പ്യുവർ മാജിക് ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം എന്തിനാണ് മെന്റലിസം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു ടെക്നിക്കാണ്, ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് നമ്മുടെ മുന്നിൽ വരുന്ന ക്ലയന്റിനെ ഒന്ന് നമുക്ക് റാപ്പ് ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്കൊരു മാനുഷിക ശക്തി ഉണ്ടെന്ന് ഇപ്പൊ കുട്ടികളൊക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് 1-2 മെന്റലിസം ട്രിക്സ് ചെയ്യണം നന്നായിരിക്കും. എന്തെങ്കിലും ഒരു തമാശ രീതിയിൽ നമുക്കത് ചെയ്യുമ്പോൾ അവർ റാപ്പ് ബിൽഡ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ പയ്യൻ അങ്ങനെയാണ് ചെയ്തത്. 1-2 മെന്റലിസം ട്രിക്സ് ഇട്ട് കൊടുത്തപ്പോ അവൻ വാവ് നിങ്ങളൊരു ഭയങ്കര സംഭവമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇതെനിക്ക് പറഞ്ഞു തരും. ഓക്കെ, ട്രിക്ക് പറഞ്ഞു തരാം, അങ്ങനെയാണെങ്കിൽ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യൂ. അപ്പൊ നമുക്കവിടെ അതൊരു പോസിറ്റീവ് റിവാർഡ്സ് നമുക്ക് കൊടുക്കാം. ചെറിയ ചെറിയ ട്രിക്സുകളൊക്കെ നമുക്ക് ഓഫ്ലൈൻ സെഷനിൽ നമുക്ക് പഠിക്കാം. മെന്റലിസ്റ്റിന്റെ കുറച്ച് ട്രിക്സുകളും കാര്യങ്ങളൊക്കെ, മൈൻഡ് റീഡിങ് അങ്ങനെയുള്ള കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ, പിന്നെ പേര് കണ്ടുപിടിക്കുക, മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അതിനകത്ത് പഠിപ്പിക്കാം. ഞാനൊരു മെന്റലിസ്റ്റും കൂടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടൈം കിട്ടും. ഓൺലൈൻ ആകുമ്പോൾ പ്രശ്നം ഇതാണ്, നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. അതിനുള്ളിൽ പോർഷൻസ് ഒരുപാടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു മാസം എടുത്ത് തീർക്കാവുന്ന അത്രയും പോർഷൻസ് നമുക്കുണ്ട്, ഇതിനകത്തുണ്ട്. ഓക്കെ, മറ്റെന്തെങ്കിലും? സാർ ഈ ഓട്ടോ സജഷൻസ് വഴി സെൽഫായിട്ട് നമുക്ക് ഈ തെറാപ്പി ചെയ്യാൻ ചെയ്യാം. അത് പഠിപ്പിക്കുന്നുണ്ട്. സെൽഫ് ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ വേറൊരു തെറാപ്പിസ്റ്റിന്റെ സഹായം ഇല്ലാണ്ട് തന്നെ നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരീരം എല്ലാം സ്വയം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. മനസ്സ് ഇപ്പൊ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, PG ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ, ആങ്സൈറ്റി വരികയാണെങ്കിൽ നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വേരിയസ് ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം എപ്പോഴും നമുക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിനെ കറക്റ്റ് ചെയ്യാൻ, സൗഖ്യമാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സോ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഹിപ്നോതെറാപ്പി വെച്ചിട്ട് നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാം. അതിന് സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയും. പക്ഷെ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, സെൽഫ് ഹിപ്നോസിസ് ഡിപ്രഷനുള്ള ആള് ചെയ്യരുത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എല്ലാ സ്റ്റേജിലും പറയാറുള്ള ഒരു കാര്യമാണ്. കാരണം ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നതെങ്കിൽ അതാണ് അവർക്ക് സെൽഫ് ഹിപ്നോസിസിൽ തോന്നുന്നെങ്കിലോ, അതായത് എന്നെ ശരിയാക്കല് ഞാൻ സൂയിസൈഡ് ചെയ്താൽ മാത്രമാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. സോ നമ്മുടെ ഇൻസൈറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഇല്ലാത്തൊരു സാഹചര്യത്തിലും മാത്രമാണ് നമ്മൾ സെൽഫ് ഹിപ്നോസിസിന് വിധേയമാകാനായിട്ട് പാടുള്ളൂ. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആണ്, എനിക്ക് പ്രശ്നമോ ആൻസൈറ്റിയോ ഒന്നും ഉണ്ടാകില്ല എന്ന് പറയാൻ സാധ്യതയില്ല. അതായത് ഒരു സൈക്കോളജിസ്റ്റിനും ഡിപ്രഷൻ ഉണ്ടായേക്കാം. സോ നമ്മൾ ഓക്കെ ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് സെൽഫ് ഹിപ്നോസിസിന് വിധേയനാകാൻ പാടുകയുള്ളൂ. ഇത് അതിന്റെ റൂളാണ്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. അത് കേട്ടോ, സെൽഫ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിക്കാനുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ. വേറെ എന്തെങ്കിലും? നിങ്ങൾക്ക് ഹിപ്നോതെറാപ്പി ആയിട്ട് എന്തും ചോദിക്കാം. നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ട എന്ത് കാര്യം നമുക്കിവിടെ ചോദിക്കാം. അത് പറഞ്ഞു തരാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഹലോ ഒരു സർ. കാര്യം സാർ പറഞ്ഞല്ലോ, ഡിപ്രഷനുള്ള ആൾക്കാർ ചെയ്യരുതെന്ന് പറഞ്ഞല്ലോ. ആ അപ്പോ ഇപ്പൊ അറ്റ് പ്രസന്റ് ഡിപ്രഷൻ അതവർക്ക് പണ്ട് ലൈഫിൽ എപ്പോഴെങ്കിലും ഡിപ്രഷൻ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ അവർക്ക് ആ പ്രോബ്ലം ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതെ. പണ്ട് അവർ ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഡിപ്രഷൻ മെഡിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു, സൈക്കാട്രിക് മെഡിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അവർക്ക് അതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ല. ശരിയായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് എല്ലാ പ്രശ്നങ്ങളും പരിപൂർണമായിട്ട് നമ്മളിൽ നിന്ന് ഒരു ക്യൂറബിൾ എന്നുള്ള ഒരു അവസ്ഥയിൽ വരാത്ത പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. സോ നമുക്ക് അവർക്ക് അതായത് അവർക്ക് കുറച്ചും കൂടെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കുറച്ചും കൂടെ അവർക്ക് മനസ്സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ഡിപ്രഷന്റെ ഭാഗമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവരെ ഓൾറെഡി നമുക്കറിയാലോ, മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ സമൂഹം നമ്മളെ മുദ്ര കുത്തുന്നൊരു അല്ലെ ഒരു കാലഘട്ടമാണിത്. സോ അപ്പൊ ശരിയാണ്. അല്ലേ, നീ ഒരു മാനസിക ടാബു അല്ലെ, ഇങ്ങനെ മാനസിക രോഗിയായിട്ട് ആണ് എന്നൊക്കെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. ഈ ഡിപ്രഷന്റെ ഭാഗമല്ലാത്ത നമ്മളോട് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത പല ബുദ്ധിമുട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ഹീൽ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് ഡിപ്രഷനിലൂടെ സാധിക്കും കേട്ടോ. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഹിപ്നോതെറാപ്പിയിലൂടെ ചെയ്യാനായിട്ട് പറ്റും. അതായത് അവർ ഓൾറെഡി അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. ചെറിയ രീതിയിൽ അവർക്ക് അത് ഉള്ളൂ എങ്കിൽ പോലും നമുക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാം. ഞാൻ പറഞ്ഞ മേജർ ഡിപ്രഷൻ, അതായത് നമുക്കറിയാലോ, നമ്മൾ മൈനർ മേജർ എന്നൊക്കെ പറയുന്നുണ്ട് ഡിപ്രഷൻ സ്റ്റേജ് വെച്ച്. ആ മേജർ ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ചെയ്യാതിരിക്കണ്ടു. ചെറിയ രീതിയിലൊക്കെയാണ് അവർക്ക് അതിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ടിങ് തെറാപ്പി എന്നുള്ള രീതിയിൽ, അതായത് മെഡിക്കേഷൻ കഴിക്കുന്നുണ്ട്, മറ്റ് സൈക്കോ തെറാപ്പികൾ എടുക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ നമുക്കൊരു സപ്പോർട്ടിങ് തെറാപ്പി ആയിട്ട് നമുക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാം. മസ്റ്റ് ആയിട്ടും ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ മസ്റ്റ് ആണ്. ഒരു സൈക്കോളജിസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാനും പാടുള്ളൂ. കാരണം ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്, എനിക്ക് അങ്ങോട്ട് പിടിച്ചൊരാളെ ഹിപ്നോതെറാപ്പി ചെയ്ത് കളയാം എന്നുള്ള ഒരു ധാരണ നമുക്കരുത്. തീർച്ചയായിട്ടും ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം നമുക്ക് അവരെ ഹിപ്നോതെറാപ്പിക്ക് വിധേയമാക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. സംസാരിക്കുന്ന ആളൊരു സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ സാർ. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ? ഒരു ആ സംശയം കൂടി ചോദിച്ചോട്ടെ? ആ അതായത് ഇപ്പോ ജീവിതശൈലി രോഗങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. ആ അതുപോലെ തന്നെ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഉം. നമ്മൾ പലപ്പോഴും ലേറ്റ് നൈറ്റിൽ വർക്ക് ചെയ്തതിനു ശേഷം ഉറങ്ങാൻ വേണ്ടിയിട്ട് സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്നവരുണ്ട്. പല ആൾക്കാരും SSRIs ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഈ അതുപോലെ തന്നെ ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് ഉണ്ടാകുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെല്ലാം ഇതിനെ വിനോദത്തിന് വിധേയമാക്കാൻ പറ്റുമോ? അതോ സാർ നേരത്തെ പറഞ്ഞു ഈ സൈക്കോളജിസ്റ്റ് തന്നെ തന്നെ സ്വാഭാവികമായിട്ട് ഇതിന് വിധേയമാകാൻ വേണ്ടിയിട്ട് പാകത്തിലായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അല്ല, സാർ പറഞ്ഞത് അവർക്ക് സൈക്കോളജിക്കൽ ഇഷ്യൂസോ ഡിസോർഡേഴ്സോ ഒന്നും ഇല്ല. അവരെ വർക്ക് ഒന്നുമില്ല. ഇതാണ് പറയുന്നത്. ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളുണ്ട്, ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ഇപ്പോ ഉറക്കം സ്ലീപ്പിങ്ങിന് വേണ്ടി ചിലപ്പോ എന്ന് പറയുന്നത് പിള്ളേർക്ക് സ്ലീപ്പിംഗ് ചെയ്യാം. നമുക്ക് അവർക്ക് പിൽസ് ഹിപ്നോതെറാപ്പി ഉപയോഗിക്കുന്നുണ്ട്. എഫക്റ്റീവ് ആണ്. റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഉപയോഗിക്കാം. ഹലോ. അല്ല സാർ, നമുക്ക് അവർക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ, ഒരു ഡിസോർഡർ ആണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഉറക്കമില്ലായ്മ ഇന്നത്തെ ഏറ്റവും കൂടുതൽ സമൂഹത്തിലെ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. നമുക്ക് സ്ക്രീൻ ടൈം കൂടുന്നതോട് കൂടിയിട്ട് നമ്മുടെ കണ്ണുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. എന്താണ് ഇത് പകലാണെന്ന്. നമ്മളെ കണ്ണിൽ ഇരുട്ട് വന്ന് പതിച്ചാൽ മാത്രമാണ് അത് രാത്രിയായി നമ്മുടെ കണ്ണിന് മനസ്സിലാവുള്ളൂ. പക്ഷെ കണ്ണിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന നമ്മുടെ ഓപ്റ്റിക്കൽ നെർവ് വഴി നമ്മുടെ ബ്രെയിന് കൊടുക്കുന്ന സെൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വെളിച്ചമാണ്, പകലാണ്, അതുകൊണ്ട് ഉറങ്ങണ്ട. നമുക്ക് ആ ഉറക്കത്തിന്റെ ക്രമമൊക്കെ താളം തെറ്റിയിരിക്കുന്നു. സോ നമുക്ക് അതിനൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട്, അവരുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള ഒബേസിറ്റി, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, പല രീതിയിൽ, പിന്നെ ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോ ഗ്ലൈസീമിയ, പല സ്റ്റേജിലുള്ള പല പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹിപ്നോതെറാപ്പിയിലൂടെ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷുഗറിൽ ഒരാളുടെ ഷുഗർ വാല്യൂ ഹിപ്നോതെറാപ്പിയിൽ താഴേക്ക് വരുത്താം എന്നല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അവർക്ക് ജീവിതത്തിനെ പറ്റിയിട്ട് ഒരു മോട്ടിവേഷൻ കൊടുക്കാനും, എന്തെല്ലാം വസ്തുക്കൾ കഴിക്കണം, സ്വന്തം സെൽഫ് ലവ് വളർത്തിയെടുക്കാനും ഒക്കെ തന്നെ, അതായത് സ്വന്തം ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സുകൊണ്ട് തന്നെ എടുക്കാൻ തീരുമാനമെടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തെറാപ്പിയാണ് ഹിപ്നോതെറാപ്പി. ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്.
ഒബീസിറ്റി എങ്ങനെയാണ് ഹിപ്നോതെറാപ്പി കുറയ്ക്കുന്നത് എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മുടെ മനസ്സെപ്പോഴും കുറച്ച് ഫാറ്റിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഒരു പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻ എന്നുള്ള രീതിയിൽ ഫാറ്റിനെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അതൊരു തരം ഭയത്തോട് കൂടിയിട്ട് എപ്പോഴാണ് ഇത് ആവശ്യം വരിക എന്നുള്ള രീതിയിൽ. സോ അത് റിലീസ് ചെയ്യും, മനസ്സ് അതിന്റെ പിടുത്തത്തെ റിലീസ് ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അയാൾക്ക് ഫാറ്റ് കുറയുന്നത്. ഒരു സൈക്കോളജിസ്റ്റിന്റെ കണ്ടെത്തലാണ്. സോ എന്തായാലും ഹിപ്നോതെറാപ്പി വണ്ണം കുറയ്ക്കും എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റമില്ല. പിന്നെ മറ്റൊന്ന് മൈഗ്രെയിൻ എന്നുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണ് മൈഗ്രെയിൻ. എന്ത് കഴിച്ചാലും കുറയാത്ത അസുഖം, എന്ത് മരുന്നുകൾ കഴിച്ചാലും കുറയാത്ത അസുഖം. അതിന്റെ ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമുക്കറിയാം ടെൻഷൻ ആയിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന മൈഗ്രെയിൻ ഉണ്ട്, ചൂട് തട്ടിയാൽ ഉണ്ടാകുന്ന മൈഗ്രെയിൻ ഉണ്ട്. ചെറിയൊരു ദുഃഖം സംഭവിച്ചാൽ പോലും ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നിങ്ങൾ അപ്പൊ തന്നെ ആലോചിച്ചാൽ മതി. എല്ലാ പ്രശ്നങ്ങളും ഒറിജിനേറ്റ് ചെയ്യുന്ന മൈൻഡിൽ നിന്നാണ്. സോ മൈൻഡ് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമ്മളെ വിട്ടു പോകുന്നതാണ്. സോ മൈൻഡിനെ റീഫ്രഷ് ചെയ്യുന്ന, റീചാർജ് ചെയ്യുന്ന ഒരു അത്ഭുത തെറാപ്പി ആയിട്ടാണ് ഞാൻ ഹിപ്നോതെറാപ്പി കാണുന്നത് ആസ് എ സൈക്കോളജിസ്റ്റ്. അതൊരു അത്ഭുത തെറാപ്പി തന്നെയാണ്. അതൊരു യാതൊരു സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പഠിച്ചത് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങളിപ്പോ കാണുന്ന ChatGPT ഒക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അതിനോടത്തൊക്കെ ചോദിച്ചു നോക്കാം ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഹിപ്നോതെറാപ്പി പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും AI ചോദിക്കാം. അത് മറുപടി നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും കിട്ടും, വാലിഡേറ്റ് ചെയ്യും. ഓക്കെ. പ്രശാന്ത് ജി, ഞാൻ ഒരു കാര്യം, ആ. അമേരിക്കയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പറയൂ സർ. ഞാൻ ബേസിക്കലി മെഡിക്കൽ ഡോക്ടറാണ്. ഐ ഡോണ്ട് നോ വെദർ യു ആർ അവെയർ ഓഫ് ഈ ഒരു ഫാക്ട്. ഞാൻ ഗോയിങ് ടു ഷെയർ എ ഫാക്ട്. എന്റെ ഒപ്പീനിയൻ അല്ല, ഒരു ഫാക്ട് മാത്രം. 3 കൊല്ലത്തിന് മുൻപ് ഇവിടെ ഫ്ലോറിഡയില് ഒരു ഹൈസ്കൂളിലെ പ്രിൻസിപ്പൽ ഹിപ്നോട്ടൈസ് ചെയ്തതിനു ശേഷമുള്ള 3 കുട്ടികളിൽ 2 പേര് ദേ കമ്മിറ്റഡ് സൂയിസൈഡ്. ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. 2 students, high school students, they committed suicide after a hypnosis session by the school principal. Just I wanted to share you. ഇത് അറിയാമായിരുന്നോ പ്രശാന്ത് ജി? നിങ്ങൾക്ക് അറിയാമായിരുന്നോ? സാർ ഞാന് അങ്ങനെ ഒരു ഇത് വായിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ രീതിയിലുള്ള ഹിപ്നോട്ടിസം കൊണ്ട് സാർ മുറിവേദന ആളെ കൊല്ലുമെന്നാണല്ലോ ശാസ്ത്രം. അതായത് ശരിയായ രീതിയിലല്ലാത്ത ഒരു ഹിപ്നോതെറാപ്പി തീർച്ചയായിട്ടും അത് മനസ്സിനെ ആട്ടിയുലയ്ക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരേ മെത്തേഡ് ആണെങ്കിൽ പോലും സാറിന് അറിയാലോ, ഇപ്പൊ ഡോക്ടേഴ്സ് തന്നെ MBBS പൂർത്തിയാകാത്ത പല ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിരുന്ന് മരുന്ന് കൊടുത്ത് അവരെ പിടിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണത്. സോ അത് എത്രത്തോളം ആധികാരികമായിട്ടാണ് അദ്ദേഹം ചെയ്തതെന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സാർ. അത് എത്രത്തോളം നല്ല രീതിയിലാണ് ചെയ്തത്. ഇതില് നിങ്ങൾ തന്നെ നേരത്തെ ആദ്യം പറഞ്ഞു, ഒരു പ്രാക്ടീസ് 8ഉം 9ഉം തവണ തന്നെ ചെയ്താൽ പോലും ചിലപ്പോഴും പിന്നെ ശരിയാവത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാർക്കും അതിനുള്ള പേഷ്യൻസും കാണത്തില്ല, പെർസിവറൻസും കാണത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ലൊരു ശതമാനം പേരും മുറി വൈദ്യന്മാരെ പോലെ മുറി ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ടഡ് ടു സേ. താങ്ക് യു. വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡോക്ടർ ഷെയർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു ഡോക്ടർ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ട്, അതൊരു വജ്രായുധമാണ്. നമുക്ക് അത് വെച്ച് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാം, അത് വെച്ച് ഒരാളുടെ ലൈഫ് ത്രെട്ടൺ ചെയ്യുകയും ചെയ്യാം. സോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തെറാപ്പി യൂസ് ചെയ്യേണ്ടത് ഒരു മനുഷ്യ ശരീരത്തിലാണ്. സോ അത് ജീവനുള്ള ഒരു ശരീരമാണെന്നും അതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വയം അത് സെൽഫായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് ഒരാളിലേക്ക് അത് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റൊന്ന്, ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ പിന്നെ അദ്ദേഹത്തിന്റെ മേൽനോട്ടം എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനൊരു ഓഫ്ലൈൻ സെഷൻ തന്നെ പ്രിഫർ ചെയ്യുന്നത്. കാര്യം നമ്മളതിനകത്ത് ഉണ്ടാവും, 2 പേര് വേറെ ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന സജഷൻസ്, നിങ്ങൾ കൊടുക്കുന്ന അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, അതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യും. പിന്നെ ബെസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇന്ന് സാർ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 1000-ൽ കൂടുതൽ ഹിപ്നോട്ടിസ്റ്റുകൾ ഇപ്പൊ കേരളത്തിലുണ്ട്. നിയമപ്രകാരം ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമില്ല. അതായത് ഇത് ചെയ്യരുതെന്നോ ഇന്ന ആൾക്ക് ഇത് ചെയ്യാൻ പാടുള്ള നിയമം ഇതുവരെ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല സാർ. അതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. നിരവധി ആളുകൾ ട്രോമയിലോട്ട് പോയിട്ടുണ്ട്, മരിച്ചവരെ കാണിച്ചു കൊടുത്തിട്ട് അവർ ട്രോമ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സെഷൻസ് പങ്കുവെക്കാം. അതാണ്. ഓക്കെ.
നമുക്ക് എന്തിലും ഒരു നല്ലതും ചീത്തയുണ്ടല്ലോ. അതായത് ഏതൊരു ചികിത്സയിലും എനിക്ക് തോന്നുന്നു ഇപ്പൊ പല ഈവൻ ദോ മെഡിക്കൽ സയൻസിൽ തന്നെ ചില സംഭവങ്ങൾ നമ്മളെ നമ്മളിപ്പോ ഒരു സർജറിക്ക് വിധേയമാകുകയാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഒരു ഇത് എഴുതി വാങ്ങുന്നുണ്ടല്ലേ, നമ്മുടെ സമ്മതപത്രം എഴുതി വാങ്ങുന്നുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? ഇത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന്റെ ജീവന് അപായമായേക്കാം. അപ്പം പക്ഷെ അങ്ങനെ അഭയമാകുന്നുണ്ട് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ആരും സർജറിക്ക് വിധേയമാകാതിരിക്കുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ ഉചിതമായ കൈകളിലൂടെ ഉചിതമായ മേൽനോട്ടത്തിൽ നമ്മൾ ഈ ഒരു തെറാപ്പിക്ക് വിധേയമാകുക, അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കുന്ന ആൾക്ക് ഇതേപ്പറ്റി ഗാഹ്യമായ നോളേജ് ഉണ്ടായതിനു ശേഷം മാത്രം മറ്റൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു പോയിന്റാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അങ്ങനെയാണ് ചെയ്ത് കാണുന്നത്. അതായത് പറ്റി ജസ്റ്റ് ഒന്ന് പഠിക്കുമ്പോഴേക്കും അവരൊക്കെ തെറാപ്പിസ്റ്റുകളായിട്ട് മാറിക്കഴിഞ്ഞു, ഹിപ്നോതെറാപ്പിസ്റ്റായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ആ ഒരു അവസ്ഥയിലോട്ട് വരരുത്. സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തൊരു തെറാപ്പി ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ഹിപ്നോതെറാപ്പി അല്ല, ഇപ്പൊ CBT ആണെങ്കിലും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമുക്കറിയാം, വലിയൊരു തെറാപ്പിയാണ്. അപ്പൊ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും അത് നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം അതിനുവേണ്ടി വിധേയമാകുക. ഓക്കെ, അപ്പൊ മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ നിങ്ങളുടെ അതിലെ പ്രശാന്ത് ഫാദർ ഓഫ് പ്രദ്വിത് പി നായർ അങ്ങനെ ഇതിനായിട്ട് ആരും തന്നെ അങ്ങനെ ഒരു ഇത് എഴുതി കണ്ടിട്ടില്ല. അതങ്ങനെ ഇടാനായിട്ടുള്ള പ്രത്യേകം എന്തെങ്കിലും കാരണമുണ്ടോ? സാർ, എനിക്ക് എന്റെ മകനോട്, എല്ലാവർക്കും മക്കളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ മകനോട് ഒരുപാട് ഇഷ്ടമാണ്. അതായത് എന്താ പറയാ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്നെ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നത് അവന്റെ അച്ഛൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ അത് പഠിക്കുമ്പോ ഞാനൊരു സ്റ്റുഡന്റ് ആകുമ്പോൾ ഇട്ടിട്ടുള്ളതാണ്, ഇതുവരെ മാറ്റിയിട്ടില്ല. സൈക്കോളജി പഠിക്കുമ്പോൾ ഇട്ടതാണ് അന്നത്തെ ഗൂഗിൾ മീറ്റിൽ, ഇതുവരെ അത് ചേഞ്ച് ചെയ്തിട്ടില്ല. കാരണം ഒരുപാട് പ്രശാന്ത് ഉള്ളത് കൊണ്ട് എന്നെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അല്ല, നിങ്ങളുടെ ഹിപ്നോ തെറാപ്പിസ്റ്റ് പ്രശാന്ത് എന്നിട്ടാൽ തന്നെ മതിയല്ലോ, ഐഡന്റിഫൈ ചെയ്തില്ലേ? സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടാനാണ് താല്പര്യപ്പെടുന്നത്. ഹിപ്നോതെറാപ്പിസ്റ്റ് എന്നുള്ള ലേബൽ ഒതുങ്ങാൻ എനിക്ക് താല്പര്യമില്ല സാർ. ഞാൻ ഇപ്പോഴും ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു, ഇപ്പൊ മനഃശാസ്ത്രമാവുന്ന കടലിലെ ഒരു ഡ്രോപ്പ് വെള്ളം പോലും ആയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ മരണം വരെയും ഈ പഠനം തീരുവോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഒരു MA കഴിഞ്ഞു, ഒരു PG കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടൊന്നും നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആവാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളിപ്പോ നമ്മുടെ ജനറേഷൻ തന്നെ മാറില്ല സാർ. ഇപ്പൊ നമ്മള് ജീവിക്കുന്നത് ആൽഫ അല്ലെ, ആൽഫയാന്ന് തോന്നുന്നു അല്ലെ, ഇപ്പൊ ജനാൽഫ. ഇപ്പൊ ജനാൽഫയെ പറ്റി പഠിക്കാൻ തന്നെ ഒരു വലിയൊരു മേഖലയാണ്. അതേപ്പറ്റി നന്നായി പഠിക്കാനിരിക്കുന്നു. ആ തലമുറ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് വളരുന്നത്, നമുക്കൊരു ഡിജിറ്റൽ യുഗത്തിലൂടെയാണ് അവർ വളർന്നുകൊണ്ടിരിക്കുന്നത്. സോ അവരെ പഠിക്കുക എന്നുള്ളത്, ആ മെത്തേഡ് ഒന്നും നമ്മുടെ സൈക്കോളജിയിൽ ഇപ്പോ നിലവിലില്ല, അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. സോ നമ്മളായിട്ട് തന്നെ അതേപ്പറ്റി കൂടുതലായിട്ട് പഠിക്കണം. സോ ഒരുപാട് പഠിക്കാനുണ്ട് സാർ. അപ്പൊ ഞാനിപ്പോഴും ഒരു സ്റ്റുഡന്റ് എന്നുള്ള അറിയാനായിട്ടാണ് എനിക്കിപ്പോഴും ഞാൻ താല്പര്യപ്പെടുന്നത്. PG കഴിഞ്ഞു കുറച്ച് വർഷങ്ങളായെങ്കിൽ പോലും നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ടൈം പ്രാക്ടീസ് എന്താ ചെയ്യുന്നത് അവിടെ? അല്ല, ഞാൻ എന്റെ ജോബ് ഇതല്ല. ഞാൻ ആക്ച്വലി മെഡിക്കൽ ഫീൽഡാണ്, നേഴ്സാണ്. എന്താണ് അവിടെ ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിൽ? നേഴ്സാണ്. 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 പക്ഷെ ഞാന് എന്റെ പാഷൻ എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. എസ്പെഷ്യലി ഹിപ്നോതെറാപ്പി കുറച്ചും കൂടെ കൂടിയ രീതിയിൽ പഠിക്കണമെന്നും, ഒരുപാട് പ്രമുഖരായിട്ട് ഹിപ്നോതെറാപ്പിസ്റ്റിന്റെ അടുത്തോട്ട് പോയി പല കാര്യങ്ങളും മനസ്സിലാക്കി. പക്ഷെ ഇതൊന്നും പോരാ, ഇതിലും മുകളിൽ ഇനിയും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നേഴ്സായിട്ട് BSc നഴ്സിംഗ് ആണോ, ജനറൽ നഴ്സിംഗ് ആണോ? എത്ര കൊല്ലമായി കഴിഞ്ഞിട്ട്? ആശുപത്രിയിൽ ഔട്ട് പേഷ്യന്റിലാണോ, ഇൻ പേഷ്യന്റിലാണോ, സർജറി ആണോ, മെഡിസിനിലാണോ? സർ, ഞാൻ GNM ആണ്. പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പൊ 9 വർഷം കഴിഞ്ഞു. നമ്മൾ വർക്ക് 9 വർഷമായി. അപ്പൊ എനിക്കൊരു നേഴ്സ് എന്നറിയപ്പെടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നറിയപ്പെടാനാണ് താല്പര്യം. അപ്പൊ അത് കൂടുതലായിട്ട് ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഡെയിലി ആശുപത്രിയിൽ നേഴ്സായിട്ട് പണി ചെയ്യണല്ലേ? യു ആർ വർക്കിംഗ് ആസ് എ നേഴ്സ്. യെസ് സർ, യെസ്. ഒപ്പം ഇത് പഠിക്കുന്നുണ്ട്. അതായത് ഒരു ദിവസം നമ്മൾ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടെങ്കിലും വായിക്കാതെ നമുക്ക് മുന്നോട്ട് പോവില്ല. സൈക്കോളജിയുടെ ഏതെങ്കിലും ഒരു പഠിച്ച പുസ്തകം തന്നെ വീണ്ടും എടുത്ത് വായിച്ചു നോക്കുക എന്നുള്ളതാണ് പല തിയറികളും. അപ്പൊ
അപ്പൊ ഓക്കെ. അപ്പൊ സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. നമ്മുടെ കൂടെ ഡോക്ടേഴ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു USA എന്നൊക്കെ നമ്മുടെ കൂടെ ഒരു ഡോക്ടർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യം. കാരണം ഒരു ഡോക്ടറിന്റെ മുന്നിലാണല്ലോ നമ്മള് അല്ലെ ഒരു മനഃശാസ്ത്രത്തെ പറ്റിയിട്ട് ഇത്രയും കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ധൈര്യം കാണിച്ചത് എന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നു. അല്ല ഈ ധൈര്യം എന്ന് പറയുന്നത് ഒരുപാട് പേർക്കുണ്ട്. ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളവര് രാഷ്ട്രീയക്കാരാണ്. അവർക്കുള്ള ധൈര്യം വേറെ പൊതുജനത്തിന് ആർക്കും ഇല്ല. അപ്പൊ ധൈര്യത്തിന് പ്രത്യേകം ഒരു ഇതും വേണ്ട. അതെ തീർച്ചയായിട്ടും. എന്തായാലും സാർ താങ്ക് യു ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിനും ഇതുവരെ കേട്ടിരുന്നതിലും എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സാർ അത് കറക്റ്റ് ചെയ്യുക. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടില്ലായിരുന്നു കേട്ടോ സാർ. തെറാപ്പി ചെയ്തിട്ട് 2 പേര് മരിച്ചു എന്നുള്ളത് ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്. സാർ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്നൊന്ന് അത് ഷെയർ ചെയ്യായിരുന്നു. ഞാൻ പേഴ്സണൽ നമ്പർ സാർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ട് അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാലും മതിയായിരുന്നു. ഓക്കെ, ഗിവ് മീ യുവർ പേഴ്സണൽ നമ്പർ. 90606125 അല്ല 906125 ഓക്കെ 0 സാർ. സാർ അതിലേക്ക് ഒന്ന് അല്ലല്ല അവസാനത്തെ 07 സാർ 07. 07 യെസ് സർ യെസ്. ഓക്കെ റൈറ്റ്, താങ്ക് യു. അതൊന്ന് അതിലേക്ക് അയച്ചു തരാണെങ്കിലേ നമ്മുടെ സൈക്കോളജി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്കിതൊരു പുതിയ ഒരു ഇൻഫർമേഷൻ ആണ് സാർ ഈ പറഞ്ഞത്. എന്തുകൊണ്ടാണെന്ന് അതിനെപ്പറ്റി പഠിക്കുകയും വേണം നമുക്ക്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാനിപ്പോ എന്റെ നമ്പർ പറഞ്ഞിട്ട് നിങ്ങൾ പേഴ്സണലായിട്ട് അയക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഫൈസൽ സാറായിട്ട് വിംബിൾ അക്കാഡമിയുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഒരു ഇതുപോലെ ഇൻട്രൊഡക്ഷൻ ഓഫ് ഹിപ്നോട്ടിസം ഓർ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ എടുക്കാനുള്ള ഒരു അവസരം തന്നതിൽ വിംബിൾ അക്കാഡമിക്ക് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലാവരും വളരെ മനുഷ്യ മനസ്സിനെ സംരക്ഷിക്കാനായിട്ടുള്ള കാവൽക്കാരാകുക. മനുഷ്യ മനസ്സിനെ ഒരു ഉപദ്രവം ഉണ്ടാകുന്നതിലുപരി അവരെ അതിൽ നിന്ന് ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. എല്ലാ സൈക്കോളജിസ്റ്റുകൾക്കും അതിനൊരു സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്.